രണ്ടും ക്ലിയർ ആണോ? വോയിസും സ്ക്രീനും രണ്ടും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ സാറേ, ഓക്കെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് അറബിക് ഗ്രാമറിലെ 13ാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി 12 പാർട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഫ്രീക്വൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുള്ള ഏരിയകളൊക്കെ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അൽ ഇബ്ദാലു വൽ ഇലാൽ എന്നുള്ളൊരു ഏരിയ ആണ്. എന്താണ് ഇബ്ദാല്, എന്താണ് ഇലാല്, അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കായികകൾ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചത് വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ചർച്ചയിലേക്ക് കിടക്കാം. എന്താണ് ഇബ്ദാല്, എന്താണ് ഇലാല് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇബ്ദാല് എന്ന് പറഞ്ഞാൽ ജഅലു ഹർഫിൻ മക്കാനൻ ആഖറ, ഒരു ഹർഫിനെ എന്ത് ചെയ്യുക, വേറൊരു സ്ഥലത്തേക്ക് ആക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ഹർഫിനെ എന്ത് ചെയ്യുക, വേറൊരു സ്ഥലത്തേക്ക് ആക്കുക എന്നുള്ളതാണ് ഇബ്ദാല് എന്ന് പറയുന്നത്. ഇലാല് എന്ന് പറഞ്ഞാല് വഇദാ കാനൽ ഹർഫുൽ മുതഗയ്യിറു, നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഹർഫുകൾ ആയാൽ, ഹർഫ് ഇല്ലത്തിൻ, അത് ഇല്ലത്തിന്റെ ഹർഫായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഹർഫുകൾ ഇല്ലത്തിന്റെ അക്ഷരങ്ങളും ഉണ്ടാവും, അല്ലാത്ത അക്ഷരങ്ങളും ഉണ്ടാവും. അത് എല്ലാത്തിന്റെ അക്ഷരങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യുസമ്മ ഇഅലാൻ, അത് നമ്മൾ എന്ത് പറയും, ഇഅലാല് എന്ന് വിളിക്കും. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ എന്താണ് ഇബ്ദാല്, എന്താണ് ഇഅലാല് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണമല്ലോ. ആ നിലക്ക് നമ്മൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതാണ്. അല്ലാതെ എക്സാമിന് എന്താണ് ഇബ്ദാല്, എന്താണ് ഇഅലാല് എന്നുള്ള ചോദ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. എക്സാമിന് വരാറുള്ളത് നമ്മൾ എവിടെയാണ് താവിനെ മറിച്ചിട്ട് ത്വ ആക്കുക, എവിടെയാണ് വാവിനെ മറിച്ചിട്ട് യാ ആക്കുക, അതുപോലെ തന്നെ ഒരു അക്ഷരം ഒരു പിന്നെ ഫീല് കൊടുത്തിട്ട് അതിന്റെ അസ്ൽ എന്താണ്, പ്രധാനപ്പെട്ട കാല അതിന്റെ അസ്ൽ എന്താണ്, ബാ അതിന്റെ അസ്ൽ എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റുന്ന അക്ഷരങ്ങൾ ഇബ്ദാലിന്റെ നമ്മൾ ഈ മാറ്റം വരുത്തുന്ന ഒരു ഹർഫിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം വരുത്തുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 9 അക്ഷരങ്ങളാണുള്ളത്. 1 അൽ ഹാ, 2 ദാല്, 3 ഹംസ, 4 താ, 5 മീമ്, 6 വാവ്, 7 ത്വാ, 8 യാ, 9 അലിഫ്. ഓക്കെ, ഇതാണ് മൊത്തത്തിൽ നമ്മൾ അക്ഷരങ്ങൾ. അതായത് യാ മറിച്ചിട്ട് വാവാകും, അലിഫ് മറിച്ചിട്ട് യാ ആകും, ദാലിനെ മാറ്റിയിട്ട് ദാലാകും, ഹാവിനെ മാറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അക്ഷരങ്ങൾ ടോട്ടലി, ഇങ്ങനെ മാറ്റം വരുത്തുന്ന അക്ഷരങ്ങൾ ടോട്ടലി എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്. എന്റെ വോയിസ് ഓക്കെ അല്ലേ? മിസ്സിംഗ് ഒന്നുമില്ലല്ലോ? ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് ടോട്ടലി ഇതിന്റെ അക്ഷരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഹദ മൂത്തിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മള് മുലാരിന്റെ മുലാരിയായ ഫീലിന് നമ്മൾ ഏതൊക്കെയാണ് മുലാറയത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പഠിക്കാൻ നമ്മൾ നൗമി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോഡ് പഠിക്കാറുണ്ട്. നൂനി വാവ് ഒക്കെ. ഈ നൗമി അല്ല, ഏതാണ്, പിന്നെ അത്തൈന എന്ന് പറയണ്ട അല്ലേ, അത്തൈന എന്ന് പറയാറുണ്ട് നമ്മൾ. പിന്നെ അലിഫ്, താ, യാ, നൂന്, ഈ 4 അക്ഷരങ്ങളാണല്ലോ മുലാറായത്തിന്റെ അക്ഷരങ്ങൾ. അപ്പൊ അത് നമ്മൾ കോഡായിട്ട് പഠിക്കാൻ നമ്മൾ അത്തൈന എന്ന് കൊടുക്കണം. അതുപോലെ നമുക്ക് ഏതൊക്കെയാണ് ഇങ്ങനെ മാറ്റം വരുന്ന അക്ഷരങ്ങൾ എന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെന്റൻസ് പഠിച്ചാൽ നമുക്ക് കിട്ടും അല്ലേ.
ഹദത്ത മൂത്തിയ എന്ന അതിൽ ഹ ദാല് അലിഫ് താവ് മീമ് വാവ് ത്വാ യ ഒക്കെ എന്ത് ചെയ്തു അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനിയുള്ള അടുത്ത പിന്നെ സ്ലൈഡ് മുതലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുള്ള പ്രത്യേക ഒരു സജഷനാണ്. അതായത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഇബ്ദാലും ഏലാലും എന്നൊരു ഏരിയ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നമ്മൾ പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം ഞങ്ങളൊക്കെ ദർസി രംഗത്ത് പഠിക്കുന്ന സമയത്ത്, ദഅവ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നഹ്വ സൊറഫിന്റെ ക്ലാസ്സുകളിൽ ഇബ്ദാല് അല്ലെങ്കിൽ ഒരു നിയമം നമ്മൾ ഒരു ദിവസം പഠിക്കുള്ളൂ. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വാവിനെ മറിച്ച് എവിടേക്ക് ആ ഒരു നിയമം ഒരു ദിവസം പഠിക്കും. അങ്ങനെ എന്നിട്ട് അതിൻ്റെ വർക്കുകൾ കുറേ ചെയ്യും. പിന്നെ അടുത്ത നിയമം പിറ്റേ ദിവസം പഠിക്കും, അതിൻ്റെ വർക്കുകൾ കുറേ ചെയ്യും. കാരണം അത് നമുക്ക് എല്ലാം നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പിന്നെ വാവിനെ മറിച്ച് ആണ് ആക്കേണ്ടത്, അതിന് വാവിനെ മറിച്ച് അലിഫാണ്, നമുക്ക് ഡൗട്ട് വരും. അപ്പൊ നിങ്ങളുടെ സജഷനാണ്, ഇത് നിങ്ങൾ ടൈം എടുത്തിട്ട് പഠിക്കണം. നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും ഞാൻ ഇങ്ങനെ പറയാറില്ല നിങ്ങളോട്. ഈ ഒരു വിഷയം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടൈം എടുത്തിട്ട് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് നിങ്ങൾ ഉദാഹരണങ്ങൾ കണ്ടെത്തി നിങ്ങൾ ടൈം എടുത്തിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഇബദാല് ഏലാല് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ഓരോ കായികകളുടെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് തോന്നിപ്പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കായികകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് കൽബുൽ അലിഫി വാവൻ. അലിഫിനെ മറിച്ചിട്ട് വാവാക്കുന്ന സാഹചര്യങ്ങളാണ്. അലിഫ് അതിന്റെ അസൽ അലിഫാണ്. ആ അലിഫിനെ നമ്മൾ എന്ത് ചെയ്യും, കൽബ് ചെയ്യും, അതിനെ മറിക്കും, വാവായിട്ട് മറിക്കും. അതേതാണ് സാഹചര്യം? ഇദാ വഖഅത്തിൽ അലിഫു ബഅദ ലൊമ്മിൻ. അലിഫ് സംഭവിച്ചാൽ ബഅദ ലൊമ്മിൻ, ലൊമ്മിന് ശേഷം അലിഫ് സംഭവിച്ചാൽ, അതായത് നമ്മൾ പറയുന്ന ഒരു ഫീൽ അലിഫ് ഉണ്ട്, അതിന്റെ മുമ്പ് ലൊമ്മും വന്നു കഴിഞ്ഞാൽ തുക്ലബു വാവൻ, അത് നമ്മൾ എന്താക്കിയിട്ട് മറിക്കും, വാവാക്കിയിട്ട് മറിക്കും. ഓക്കെ, നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇതുപോലെ ഫഅല, ഫഅല എന്ന വസൻ ഉണ്ടല്ലോ, തുലാസി മസീദ് ഫീലുള്ള ഒരു വസനാണ് ഫഅല അല്ലെ. ഈ ഫഅലയെ നമ്മൾ അത് മജ്ഹൂലാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഫാന് നമ്മൾ ലൊമ്മ് കൊടുക്കും അല്ലെ. ആ ഫാന് ലൊമ്മ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശേഷം അലിഫാണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചപ്പോ എന്താണ്, ഒരു അലിഫ് വരികയും അലിഫിന്റെ മുമ്പ് ലൊമ്മ് അല്ലെ, അതായത് ലൊമ്മിന് ശേഷം അലിഫ് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ആ അലിഫിനെ നമ്മൾ മറിച്ചിട്ട് എന്താക്കും, ഫൂ ഇല എന്നാക്കും. മനസ്സിലായോ? ഫൂ ഇല എന്നാണ് നമ്മൾ പറയാം. അപ്പോ അവിടെ അലിഫിനെ മറിച്ചിട്ട് എന്ത് ചെയ്താണ്, നമ്മൾ വാവാക്കിയതാണ്. കാരണം അലിഫിന്റെ മുമ്പ് എന്ത് വന്നു, ലൊമ്മ് വന്നു. ഖാത്തല ഖൂത്തില എന്നാണ് പറയാ, ഖാത്തല ഖൂത്തില എന്നാണ് പറയാ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ നിയമം. അലിഫിനെ മറിച്ചിട്ട് വാവാക്കുന്നതിലുള്ള ഒന്നാമത്തെ നിയമം ഏതാണ്? എന്ത് സംഭവിക്കുക, ലൊമ്മിന് ശേഷം അലിഫ് സംഭവിക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, അലിഫിനെ മറിച്ചിട്ട് വാവാക്കും. ഓക്കെ, ഇനി കൽബുൽ യാ ഇ വാവൻ. യാ ആയിരിക്കും അവിടെ അസലായിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ യാഇനെ മറിച്ചിട്ട് എന്ത് ചെയ്യും, വാവാക്കി മറിക്കും. അതെപ്പോഴാണ് യാഇനെ മറിച്ചിട്ട് നമ്മൾ വാവാക്കുന്നത്? ഇദാ വഖഅത്തിൽ യാ സംഭവിച്ചു കഴിഞ്ഞാൽ, സാക്കിനത്തിൻ, അതായത് ഒരു കലിമത്തിൽ ഒരു ഫിഅലില് യാ സുക്കൂനാണ്. ബഅദ ലൊമ്മിൻ, ഏതിനു ശേഷം, ലൊമ്മിന് ശേഷം, അതായത് യാഇന്റെ മുമ്പ് എന്തുണ്ട്, ഒരു ലൊമ്മുണ്ട്, യാഇന് എന്തുവാണ്, സുക്കൂനാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തുഖ്ലബു വാവൻ, അതിനെന്താക്കി മറിക്കും, വാവാക്കിയിട്ട് മറിക്കും. യാഇനെ വാവാക്കിയിട്ട്, അത് യാ സുക്കൂനായിട്ട് വരികയും യാഇന്റെ മുമ്പ് ലൊമ്മ് വരികയും ചെയ്താൽ ആ യാഇനെ മറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാവാക്കിയിട്ട് മറിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. ഇപ്പൊ നമ്മൾ ഐസറ അല്ലെ, ഐസറ യുസ്ര അങ്ങനത്തെ നമ്മൾ പിന്നെ സൊറഫ് ചെയ്യുമ്പോൾ അതിന്റെ ഫായില് നമ്മൾ അങ്ങനെ കൊടുക്കല് മൂസിർ എന്നാണ് പറയാറ് അല്ലെ. ഐസറിന്റെ ഫായില് മൂസിർ എന്നാണ് പറയാറ്. എങ്ങനെയാണ് ഐസറ എന്നൊരു അസ്ലി യാ ആയിട്ടുള്ള ഒരു പിന്നെ ഫിയലിന്റെ ഫായിൽ എങ്ങനെയാണ് മൂസിർ എന്ന് വന്നത്? അതിന്റെ കാര്യമാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ അസ്ല എങ്ങനെയായിരുന്നു, മുയ്സിർ എന്നായിരുന്നു, മുയ്സിർ എന്നായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തവിടെ, ആ യാ സുക്കൂനായി അല്ലെ. മുയ്സിർ എന്ന് പറയുമ്പോൾ യാ സുക്കൂനാണ്, യാഇന്റെ മുമ്പ് ലൊമ്മ് വരികയും ചെയ്തു. അപ്പൊ നമ്മൾ ആ യാഇനെ എന്താക്കിയിട്ട് മറിക്കും, ആ യാഇനെ വാവാക്കിയിട്ട് മറിക്കും. അങ്ങനെ മൂസിർ എന്നാണ് പറയാം. ഏതുപോലെ ഐക്കന അല്ലെ, ഐക്കനയുടെ ഫായിൽ എങ്ങനെയാണ്, മൂക്കിന് നമ്മൾ പറയാറ് അല്ലെ.
അതിന് അസിൽ എന്താണ് ശരിക്കും? മുയ്ഖിൻ എന്നാണ്. അപ്പൊ യാ സുക്കൂനാണ്, അത് ലൊമ്മിന് ശേഷമാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ യാനെ മറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാവാക്കിയിട്ട് മറിക്കണം. അല്ലാതെ മൂസിർ എന്ന് പറഞ്ഞാൽ അതിന്റെ അസിൽ എന്താ? ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. ഇപ്പൊ മൂസിർ എന്ന് കൊടുത്തിട്ട് അതിന്റെ പിന്നെ മാലി എന്താണ് എന്ന് ചോദിക്കുക. നമ്മൾ ഓപ്ഷനിൽ ഇപ്പോൾ ഔസറ എന്നൊക്കെ ഉണ്ടാവും, അതായത് അലിഫ് ആൻഡ് വാവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മൂസിർ എന്നുള്ളത് അതെങ്ങനായിട്ട് വന്നതാണ്? അത് ഐസറയുടെ ഫായിലാണ്, യാ മറിഞ്ഞിട്ട് വാവായിട്ട് വന്നതാണ്. ഓക്കെ, അടുത്ത ഒരു പിന്നെ കൽബാണ്. നമ്മൾ ഇബ്ദാൽ എങ്ങനെയാണ്? കൽബുൽ വാവി യാ എൻ, വാവ് മറിഞ്ഞിട്ട് യാ ആവുക. ഓക്കെ, വാവ് മറിഞ്ഞിട്ട് യാ ആവുക. അപ്പൊ അതിന്റെ അസില് വാവാണ്, പക്ഷെ അത് യാ ആകുന്ന, യാ ആയിട്ട് മറിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതെങ്ങനെയാണ്? ഇതജിത്തമയത്തിൽ വാവു വൽ യാവു, ഒരു വാവും യാവും എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി അല്ലെ? ഫീ കെലിമത്തിൻ, ഒരു കെലിമത്തിൽ വാവു യാവും ഒരുമിച്ച് വന്നു. വക്കാനത്തിൽ ഊല, അതിലുള്ള ഒന്നാമത്തത്, അത് വാവാവട്ടെ യാ ആവട്ടെ, വക്കാനത്തിൽ ഊല മിനുഹുമ, ആ രണ്ടിൽ നിന്നുമുള്ള ഒന്നാമത്തേത് സാക്കിനത്തിന് എന്തായി? സുക്കൂനായി. ഓക്കെ, അതായത് വാവും യാവും ഒരു കെലിമത്തിൽ ഒരുമിച്ച് കൂടി, അതില് ഒന്നാമത്തത് എന്തായി? സുക്കൂനുള്ളതുമായി. നമുക്ക് നോക്കാം. ഏത് പറയുമ്പോൾ സയ്യിദ് എന്ന് പറയാണ്ടല്ലേ? സയ്യിദ്, സയ്യിദിന്റെ അസില് എന്താ ശരിക്കും? സയ്യിദ് എന്നാണ് അതിന്റെ അസില്. ഇവിടെ യാവും അതുപോലെ തന്നെ വാവും എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടുകയും ഒന്നാമത്തെ അക്ഷരമായിട്ടുള്ള യാ ഇനി സുക്കൂനാവുകയും ചെയ്താൽ നമ്മൾ എന്താണ് പഠിച്ചത്? വാവ് മറിഞ്ഞിട്ട് യാ ആകും. അപ്പോ ഇവിടെ എവിടെയാണ് വാവുള്ളത്? രണ്ടാമത്തെ വാവ്, രണ്ടാമത്തെ അക്ഷരം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ, ആ വാവ് നമ്മൾ യാ ആക്കിയിട്ട് മറിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്തിട്ട് സയ്യിദ് എന്നാണ് പറയാ. ഓക്കെ, നമ്മൾ മയ്യത്ത് എന്ന് പറയുന്ന മൈവിത്ത് എന്നാണ് അതിന്റെ അസ്ല്. അപ്പൊ അവിടെയും യാവും വാവും ഒരുമിച്ച് കൂടി ഒന്നാമത്തേത് സുക്കൂനായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വാവിനെ മറിച്ചിട്ട് യാ ആക്കിയിട്ടാണ് പറയാ. അപ്പൊ ഇതാണ് വാവ് മറിഞ്ഞിട്ട് യാ ആകുന്ന ഒരു സാഹചര്യം. മനസ്സിലായ? വാവ് മറിഞ്ഞിട്ട് യാ ആകുന്ന ഒരു സാഹചര്യം ഇതാണ്. വാവും യാവും ഒരു കെലിമത്തിൽ ഒരുമിച്ച് കൂടുകയും ഒന്നാമത്തേത് സുക്കൂനാവുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയുള്ള വാവ് മറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? യാ ആക്കിയിട്ട് മറിക്കും. ഓക്കെ, ഇനി വാവ് മറിഞ്ഞിട്ട് യാ ആകുന്ന രണ്ടാമത്തെ സാഹചര്യമാണ് ഇദാ വഖഅത്തിൽ വാവു, വാവ് സംഭവിച്ചു കഴിഞ്ഞാൽ സാക്കിനത്തൻ ബഅദ കസ്റിൻ. എങ്ങനെ? ഒരു കസ്റിന്റെ ശേഷം സുക്കൂനായിട്ട് വാവ് വന്നാൽ, വാവ് സംഭവിച്ചാൽ കെസറിന് ശേഷം സുക്കൂനായിട്ട് വന്നാൽ, ഏതുപോലെ? ഉദാഹരണം നോക്കാം. ഔജദ അല്ലെ? ഔജദ എന്ന ഫീലിന്റെ നമ്മളിങ്ങനെ ഔജദ, ഇങ്ങനെ നമ്മൾ അതിന്റെ മസ്തർ സർഫാക്കുന്ന സമയത്ത് എങ്ങനെ വരാം? ഇക്രാം അല്ലെ? അക്രമ യുക്രമി ഇക്രാം പോലെ ഔജദ യൂജിദു ഈജാദ് എന്നാണ് വരിക അല്ലെ? അപ്പൊ അതിന്റെ അസ്ൽ എന്തായിരുന്നു? പിന്നെ വാവായിരുന്നു. പക്ഷെ അതിന്റെ മസ്ദർ പറഞ്ഞപ്പോ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഈജാദ് എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടെ എന്താണ്? അസ്ല് ഇവ്ജാദ് എന്നാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? വാവ് സുക്കൂനാണ്, വാവ് ഒരു കെസ്റിന്റെ ശേഷമാണ് വന്നത്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? നമ്മൾ ഇത് സിമ്പിളാണ്, ഇതിന്റെയൊക്കെ കായികകൾ ഇത് വലിയ അടങ്ങിയുള്ള സംഭവം ഒന്നല്ല. അപ്പൊ നമ്മൾ നേരത്തെ മൂസിർ പഠിച്ചല്ലോ. അപ്പോ ശരിക്കും ഈ യാഇനോട് ഏറ്റവും പിന്നെ അനുയോജ്യമായ കലിമത്ത് ഏതാണ്? ഹർക്കത്ത് ഏതാണ്? കെസ്റാണ്. അതുപോലെ വാവിനോട് ഏറ്റവും അനുയോജ്യമായ ഹർക്കത്ത് ഏതാണ്? അത് ലൊമ്മാണ് അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? യാവ് സുക്കൂനായിട്ടും അതിന്റെ മുമ്പ് ലൊമ്മ് വന്നാൽ യാവിനെ പിടിച്ചെന്താക്കും? വാവാക്കും അല്ലെ? മുയ്സിർ എന്നുള്ള മൂസിറാക്കും. ഇവിടെ അതേപോലെ തന്നെയാണ്. ഇവിടെ വാവിന് ഏറ്റവും ഏറ്റവും കെസ്ർ ഏറ്റവും അനുയോജ്യമാരോടാണ്? അത് യാഇനോടാണ് അല്ലെ? അപ്പൊ നമ്മൾ ഒരു വാവിന്റെ മുമ്പ് കസർ വന്നാൽ വാവിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? യാക്കിയിട്ട് മറിക്കും. അപ്പൊ ഇവിജാദ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഈജാദ് എന്നായിട്ട് മാറും. നമ്മൾ വസന എന്നതിന്റെ നമ്മൾ മിവ്സാൻ എന്ന് പറയല്ലേ? അതിന്റെ പിന്നെ നമ്മള് മിഫ്ആൽ വസൻ ഉണ്ടല്ലോ, മിഫ്താഹ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ ആലത്ത് അല്ലെ? ഫത്തഹന്റെ മിഫ്താഹ്, അതുപോലെ വസനന്റെ മിവ്സാൻ എന്നാണ് അസ്ല്. അപ്പൊ വാവ് എന്ത് ചെയ്തു? വാവ് സുക്കൂനാവുകയും വാവിന്റെ മുമ്പ് കെസ്ർ വരികയും ചെയ്താൽ നമ്മളെ വാവിനെ പിടിച്ചെന്താക്കും?
യാ ആക്കിയിട്ട് മറിക്കും. മിവ്സാൻ എന്നുള്ളത് മീസാൻ എന്നാണ് പറയാ. അപ്പോൾ വാവിനെ നമ്മൾ യാ ആക്കുന്ന രണ്ടാമത്തെ സാഹചര്യമാണ് പറഞ്ഞത്. വാവ് സുക്കൂനാവുകയും അതിന് മുമ്പ് കെസ്ർ വരികയും ചെയ്താൽ. ഓക്കെ, ഇനി വാവിനെ പിടിച്ച് നമ്മൾ യാ ആക്കുന്ന മൂന്നാമത്തെ സാഹചര്യം ഏതാണ്? ഇദാ വഖഅത്തിൽ വാവു മുത്തത്വരിഫത്തൻ, അല്ലേ? വാവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് തൊർഫിൽ, അതായത് ഒരു കെലിമത്തിന്റെ തൊർഫ് എന്ന് പറഞ്ഞ അറ്റത്തിൽ വാവ് എന്ത് ചെയ്തു? ഒരു കെലിമത്തിന്റെ അവസാനം സംഭവിച്ചു. അത് മാത്രം പോരാ, ബായത കെസ്രിൻ, കെസ്റിന്റെ ശേഷമായിരിക്കണം. അപ്പൊ അവസാനത്തേതിന്റെ തൊട്ടു മുമ്പുള്ള എന്തായിരിക്കണം? കെസ്റായിരിക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാവിന്റെ മുമ്പ് കെസ്ർ വന്നാൽ അത് വാവിന് പ്രയാസാണ്. അപ്പൊ നമ്മൾ വാവിനെ പിടിച്ച് യാ ആക്കണം, അല്ലെ? അപ്പോ ഒരു വാവ് ഒരു കെലിമത്തിന്റെ അവസാനം വരികയും അതിന്റെ തൊട്ടു മുമ്പ് കെസ്ർ വരികയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വാവ് നമ്മൾ യാ ആക്കിയിട്ട് മറിക്കണം. മനസ്സിലായോ? ഇപ്പൊ നമ്മള് അദായ അദു എന്ന ഒരു ഫിഅലിന്റെ ഇസ്മ ഫായിലായിട്ട് നമ്മൾ എങ്ങനെയാ പറയാം? നമ്മൾ അൽ ആദി എന്നാണ് പറയാ, അല്ലെ? എങ്ങനെയാണ് ആ യാ അവിടെ വന്നത്? കാരണം അതിന്റെ അസിലൊന്നും, അസിൽ എങ്ങനെയല്ല, അദവ എന്നാണ്, അല്ലെ? പിന്നെ യഅദു വാവാണ് അതിന്റെ അസില്, അതിന്റെ ഐൻഫീല് ലാംഫീല് വാവാണ്. പിന്നെ എങ്ങനെയാണ് അതിന്റെ ഇസ്മുൽ ഫായിൽ പറഞ്ഞ സമയത്ത് നമ്മൾ അൽ ആദി എന്ന് യാ ഇട്ട് കൊടുത്തത്? അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? അതിന്റെ അസില് അൽ ആദിവ് എന്നാണ് അസില്, ആദിവ് എന്നാണ് അസില്. അപ്പൊ വാവ് ഇവിടെ തൊറഫിൽ വന്നു, അല്ലെ? വാവ് ഇതിന്റെ ഒരു പിന്നെ ഫീലിന്റെ അവസാനത്തിൽ വന്നു. വാവിന്റെ തൊട്ടുമുമ്പുള്ള എന്തായി? കെസ്റാവുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആ വാവിനെ പിടിച്ച് എന്ത് ചെയ്യണം? യാ ആക്കിയിട്ട് മറിയാം. അപ്പൊ അൽ ആദിവ് എന്നുള്ളത് നമ്മൾ എന്താക്കിയിട്ട് മറിക്കണം? അൽ ആദി എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അതങ്ങനെ മറിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അതുപോലെ സമ യസ്മു എന്ന ഫീലിന്റെ ഇസ്മുൽ ഫായിൽ നമ്മൾ അസ്സാമി എന്നാണ് നമ്മൾ പറയാ, അല്ലെ? അസ്സാമി എന്നാണ് പറയാ. അതിന്റെയും അസിൽ എന്തായിരുന്നു? അസ്സാമിവ് എന്നാണ് അസില്. വാവ് തൊറഫിൽ വരികയും അതിന്റെ തൊട്ട് മുമ്പുള്ളത് കെസ്റാവുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വാവിനെ പിടിച്ച് നമ്മള് യാ ആക്കിയിട്ട് മറിക്കണം. അപ്പൊ ഇതാണ് വാവ് യാ ആകുന്നതിന്റെ മൂന്നാമത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു നിയമം, ഖൽബുൽ വാവി വൽ യാഇ ഹംസത്തൻ, വാവിനെയും യാഇനെയും ഹംസയാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇനി പറയുന്നത്. അതെങ്ങനെയാണ്? ഇദാ തതറഫത്തിൽ വാവു അവിൽ യാഉ ബഅദ അലിഫിൻ സായിദത്തിൻ, ഒരു പിന്നെ വാവോ അല്ലെങ്കിൽ യാഓ തൊറഫിൽ വന്നു, അല്ലെ? അവസാനം വന്നു. എന്തിനു ശേഷം? ബഅദ അലിഫിൻ സായിദത്തിൻ, ഒരു സായിദ ആയിട്ടുള്ള ഒരു അലിഫിന് ശേഷം വന്നു. അതായത് അവസാനത്തിൽ ഒന്നെങ്കിൽ വാവാണ് അല്ലെങ്കിൽ യാ ആണ്, അതിന്റെ മുമ്പ് ഒരു സായിദായിട്ടുള്ള ഒരു അലിഫ് വന്നു. ഏതുപോലെ? ഇപ്പൊ നമ്മള് ദഅവ എന്നതിന്റെ പിന്നെ നമ്മൾ മസ്ദറായിട്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ ദുആവ്, അല്ലെ? ദുആവ് എന്നാണ് അതിന്റെ, നമ്മളെ ദുആ പ്രാർത്ഥനകൾ ദുആ എന്നാണല്ലോ പറയാ. അപ്പൊ ഈ ദുആ എന്നുള്ളത് അവിടുത്തെ ഹംസ എന്തല്ല, അതിന്റെ അസ്ലി ആയിട്ടുള്ള ഹംസ അല്ല. ആ ഹംസ വാവ് മറിഞ്ഞിട്ട് ഹംസ ആയിട്ട് വന്നതാണ്. അപ്പൊ എങ്ങനെയാണ് വന്നത്? വാവ് തൊറഫിൽ വന്നു, അല്ലെ? ദുആവ് എന്ന് പറയുമ്പോൾ വാവ് തൊറഫിൽ അവസാനത്തിൽ വന്നു, അതിന്റെ തൊട്ട് മുമ്പൊരു സായിദായിട്ടുള്ള അലിഫ് വന്നു, അല്ലെ? അപ്പൊ ദുആവ് എന്നുള്ളത് എന്തായിട്ട് മാറണം? ദുആ എന്നാണ് പറയാ. ഓക്കെ, അതുപോലെ തന്നെ കലയ, അല്ലെ? നമ്മൾ കലായി എന്നാണ് അസില് വരിക, പക്ഷെ നമ്മൾ എങ്ങനെയാണ് പറയാ? കലാ എന്നാണ് പറയാ. അപ്പൊ കലാ എന്ന് പറയുമ്പോൾ ആ ഹംസ എന്തല്ല, അത് അസ്ലി ആയിട്ടുള്ള ഹംസയല്ല, മറിച്ച് അത് കലായി എന്നാണ്. ആ യാ തൊറഫിൽ വന്നു, അതിന് മുമ്പ് അലിഫ് വന്നു. അപ്പൊ അതിനെ പിടിച്ചിട്ട് എന്താക്കിയതാണ്? നമ്മള് ഹംസയാക്കിയതാണ്. അങ്ങനെയാണ് കലാ, ദുആ എന്നൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോ വാവിനെയും യാവിനെയും ഹംസയാക്കുന്ന ഒരു സാഹചര്യമാണ് പറയുന്നത്. ഓക്കെ, ബാങ്ക് കൊടുക്കുന്നുണ്ടേ, 1 മിനിറ്റ് ട്ടോ. ഓക്കെ,
ഓക്കെ, എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ നമ്മള് വാവിനെയും യാവിനെയും ഹംസയാക്കിയിട്ട് മറിക്കുന്ന സാഹചര്യം പറഞ്ഞില്ലേ? വാവോ യാവോ എന്ത് ചെയ്യാം? ഒരു ഫേലിന്റെ അല്ലെങ്കിൽ ഒരു ഇസ്മിന്റെ അവസാനത്തിൽ വരിക. അതിന് തൊട്ട് മുമ്പിൽ അലിഫ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? എന്ന് നമ്മൾ ഹംസയാക്കിയിട്ടാണ് പറയാം. ഓക്കെ, അടുത്തത് തുഖ്ലബുൽ വാവു വൽ യാഉ. വാവിനെയും യാഇനെയും മറിക്കും എന്തായിട്ട്? ഹംസത്തൻ. നമ്മൾ ഹംസയായിട്ട് മറിക്കും. ഫി ഇസ്മി ഫാഇലിൽ അജ്വഫി സുലാഫി. ഫി ഇസ്മി ഫാഇൽ അജ്വഫി. നമുക്കറിയാം അജ്വഫായ ഫീലല്ലേ, ഐൻ ഫീല് എല്ലത്തായിട്ടുള്ള അല്ലെ. അല്ലദീ വസ്തുഹു അലിഫുൻ, അതായത് ഖാല, അതുപോലെ തന്നെ ബാ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതിന്റെ അങ്ങനെ നമ്മള് ഈ അജ്വഫായ ഫീലിന്റെ ഇസ്മുൽ ഫായിൽ, ഇപ്പൊ ബാ എന്ന് പറയുമ്പോൾ അതിന്റെ ഫായിലായിട്ട് നമ്മൾ എങ്ങനെ പറയാ? ബാ എന്നാണ് പറയാ. ഖാല എന്ന് പറയുമ്പോൾ നമ്മൾ ഖായില് എന്നാണ് പറയാ. നാമ എന്ന് പറയുമ്പോൾ നായിമ് എന്നായിട്ട്, ഉറങ്ങുന്നവല്ല. ഇസ്മു ഫായിൽ നമ്മൾ ഹംസ ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ ഹംസ എങ്ങനെയായിട്ട് വന്നതാണ്? അത് നമ്മള് ഈ വാവും അതുപോലെ തന്നെ യാ ഒക്കെ ഹംസയാക്കാനുള്ള മറിക്കാനുള്ള ഒരു കാരണമാണ് അല്ലെ. ഇപ്പൊ കാല എന്ന് പറയുമ്പോൾ നമ്മൾ കായില്, ശരിക്കും കാലന്റെ അസൽ എന്താണ്? കവല എന്നാണ്. അപ്പോ കാവില് എന്നാണ് വരേണ്ടത്. ഫായില് കാവില് എന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇസ്മു ഫായിലിലെ ഈ വാവിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഹംസയാക്കിയിട്ട് മറിക്കും. അതങ്ങനെ ഒരു നിയമമാണ്. ഓക്കെ,
അപ്പോൾ കാവില് എന്നുള്ളത് ഇസ്മുൽ അജ്വഫ് ആയിട്ടുള്ള ഒരു ഫയലിന്റെ ഇസ്മുൽ ഫായിലില് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ വാവിനെയും യാവിനെയും പിടിച്ച് നമ്മൾ എന്താക്കി മാറ്റും? ഹംസയാക്കിയിട്ട് മറിക്കും. ബാ എന്ന് പറയുമ്പോ ബയ എന്നാണ് അല്ലെ, യാ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മള് ബായി എന്നാണ് അസ്ല് വരേണ്ടത്. അപ്പൊ നമ്മൾ ആ യാവിനെ മറിച്ച് എന്ത് ചെയ്യും? നമ്മള് ഹംസയാക്കിയിട്ട് ബാ എന്നാണ് പറയുക. വാവും യാവും ഹംസയാക്കുന്ന മറ്റൊരു സാഹചര്യമാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പറയുന്നത് ഹർഫുൽ മദ്ദി സായിദി ഫി മുഫ്രദിൻ മുഅന്നസിൻ. ഒരു പിന്നെ എന്ത് ചെയ്യാ? ഒരു മുഫ്രദ് മുഅന്നസ്, അത് മുഫ്രദാണ്, മുഅന്നസാണ്. അതിന്റെ ഹർഫുൽ മദ്ദി സായിദി, നമ്മൾ സായിദ് ആയിട്ട് നമ്മൾ മദ്ദിന് കൊടുക്കുന്ന ഹർഫ് ഉണ്ടല്ലോ, ആ ഹർഫ് യുഖ്ലബു ഹംസത്തൻ. അപ്പൊ ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവട്ടോ. ഓക്കെ, യുഖ്ലബു ഹംസത്തൻ, ആ ഹർഫ്, ആ മദ്ദിന്റെ ഹർഫിനെ ഹംസയാക്കിയിട്ട് മറിക്കും. എപ്പോഴാന്നറിയോ? ഇദാ വഖഅത്ത് ഫിൽ ജംഇ, ജംഇല് അത് സംഭവിച്ചു കഴിഞ്ഞാൽ ബഅദ അലിഫി സീഗത്തി മുൻതഹൽ ജുമു അല്ലെ, മുൻതഹൽ ജംഇന്റെ സീഅയിലുള്ള അലിഫിന് ശേഷം വരുന്നതിനെ നമ്മൾ എന്താക്കിയിട്ട് മറിക്കും? നമ്മൾ ഹംസയാക്കിയിട്ട് മറിക്കും. ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. ഏതുപോലെ ഇപ്പൊ സ്വഹീഫത്ത് അല്ലെ, സ്വഹീഫത്ത് നമ്മൾ പേപ്പറിന് പറയാറുണ്ട് അല്ലെ, ഒരു പേപ്പറിന് സ്വഹീഫത്ത്, പേജിന് സ്വഹീഫത്ത് എന്ന് പറയും അല്ലെ. അപ്പൊ സ്വഹീഫത്തിന്റെ മുൻതഹൽ ജമകര മഫായിൽ വസനുകളൊക്കെ മുൻതഹൽ ജമകളാണ്. അപ്പൊ അതിന്റെ മഫായിൽ വസനാണ് എങ്ങനെ? പിന്നെ സ്വഹായിഫ് എന്നാണ് വരേണ്ടത് അല്ലെ. അതിന്റെ അസ്ല് ശരിക്കും സ്വഹായിഫ് എന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മള് ഇവിടെ എന്ത് ചെയ്തു? നമ്മള് ഈ ഇതുണ്ടല്ലോ, മുൻതഹൽ ജമ്മിന്റെ അലിഫ് ഉണ്ടല്ലോ, അതേതാണ്? സ്വഹ അല്ലെ, ആ ഹാ കഴിഞ്ഞിട്ടുള്ള അലിഫ്. ആ അലിഫിന് ശേഷം വരുന്ന പിന്നെ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? പിന്നെ നമ്മൾ ഹംസയാക്കിയിട്ട് മറിക്കണം. അപ്പൊ സ്വഹായിഫ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള മദ്ദിന്റെ ആ ശേഷം വരുന്ന ഹർഫുണ്ടല്ലോ, അതേതാണ്? യാ ആണ് അല്ലെ. ആ യാ ഇനി നമ്മൾ എന്താക്കിയിട്ട് മയ്യുക്കലബു ഹംസത്തൻ, ഹംസയാക്കിയിട്ട്. അപ്പോ നമ്മൾ സ്വഹായിഫ് എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ അസ്ൽ എന്താണ്? സ്വഹായിഫ് എന്നാണ്. അതിനെ ആ യാഇനെ മറിച്ചിട്ട് എന്തായി മാറിയതാണ്? ഹംസയായിട്ട് മാറിയതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ലൊറൂറത്തിന്റെ നമ്മള് അതിന് ശരിക്കും അതിന്റെ മഫായില് വസിന് വരേണ്ടത് എങ്ങനെയാണ്? ലൊറാവിറ് എന്നാണ് വരേണ്ടത് അല്ലെ, ലൊറാവിറ് എന്നാണ് വരേണ്ടത്. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മുൻതഹൽ ജംഇന്റെ അലിഫിന് ശേഷം വരുന്ന ഈ അക്ഷരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് വാവോ യാവോ ആണെങ്കിൽ നമ്മൾ അതിനെന്താക്കിയിട്ട് മറിക്കും? ഹംസയാക്കിയിട്ട് നമ്മൾ മറിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വാവിനെയും യാവിനെയും ഹംസയാക്കുന്ന മൂന്നാമത്തെ ഒരു സാഹചര്യം കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇത് നിങ്ങള് ബേജാറാവേണ്ട ആവശ്യമല്ല കേട്ടോ. ഞാൻ ആദ്യം നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത അതിനാണ്. ഇതെല്ലാം കൂടി ചിലപ്പോ ഒറ്റ ക്ലാസ്സിൽ കിട്ടുമ്പോ അത് ക്യാച്ച് ചെയ്യാൻ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് എന്തായാലും കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ കായിക വായിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ സെഷൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത്രക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, സിമ്പിളായിട്ട് ഓരോ കായികകളും മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഇനി അടുത്തത് കൽബുൽ വാവി വലിയ ഈ അലിഫൻ. നമ്മൾ വാവിനെയും യാവിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? അലിഫാക്കുന്നത്. അതാണ് ഇനി പറയുന്നത്. ഇപ്പൊ നമ്മള് അസ്ല് പറയാറുണ്ടല്ലേ, നമ്മള് കാല, അതിന്റെ അസ്ലിൽ നിന്ന് കവല, അതെങ്ങനെയാണ് മാറിയത് നോക്കിക്കോളൂ. ഇതാ തഹറക്കത്തിൽ വാവു വൽ യാവു, അതായത് വാവും യാവും എന്ത് ചെയ്തു? ഹർക്കത്തായിട്ട് വന്നു. ഇപ്പൊ കവല, അവിടെ വാവിന് എന്തുണ്ട്? ഹർക്കത്ത് ഉണ്ട്, ഫത്ത് ഉണ്ടല്ലോ അല്ലെ. വകാന മാ ഖബ്ലഹുമാ, ആ വാവിന്റെയോ യാഇന്റെയോ മുമ്പുള്ളത് മഫ്തൂഹൻ എന്തായിട്ട് വന്നു? ഫത്ത്ഹ ആക്കപ്പെട്ടു. അപ്പൊ കവല എന്ന് പറയുമ്പോൾ വാവ് ഹർക്കത്തുണ്ട്, അതിന്റെ മുമ്പുള്ള കാഫ് മഫ്തൂഹാണ് അല്ലെ, ഫത്ത്ഹ ആക്കിയാൽ
തുകലബാനി അലിഫൻ, അതിന് വേണ്ടി നമ്മൾ എന്താക്കിയിട്ട് മറിക്കും? അലിഫാക്കിയിട്ട് മറിക്കും. അപ്പൊ കാല എന്ന് പറയുമ്പോൾ അസ്ൽ എന്താണ്? കവല എന്നാണ്. വാവ് ഹറക്കത്തുണ്ട്, വാവിന്റെ തൊട്ട് മുമ്പുള്ളതും മഫ്തൂഹായിട്ട് വന്നതുകൊണ്ട് ആ വാവിനെ പിടിച്ചെന്താക്കി നമ്മള് യാ ആക്കിയിട്ട് മറിക്കണം. എന്ത് ചെയ്യണം? അലിഫാക്കിയിട്ട് മറിക്കണം. അപ്പൊ കവല എന്നുള്ളത് കാല എന്നാണ് പറയാ. ഇപ്പൊ ദഅവ എന്നുള്ളത് വാവ് ഹറക്കത്തുണ്ട്, വാവിന്റെ മാക്കബല് മഫ്തൂഹാണ്. അപ്പൊ നമ്മൾ വാവിനെ മറിച്ച് എന്ത് ചെയ്യണം? അലിഫാക്കണം. ഇപ്പൊ ദഅവ എന്നുള്ളത് ദഅ എന്നാണ് പറയല്. അതുപോലെ ബാ എന്നുള്ളതിന്റെ അസ്ൽ എന്താണ്? ബയ എന്നുള്ളതാണ്. അപ്പൊ യാ ഹറക്കത്തുണ്ട്, യാവിന്റെ മാക്കബല് മഫ്തൂഹാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യാവിനെ മറിച്ച് നമ്മൾ അലിഫാക്കണം. അപ്പോ കൽബുൽ വാവി വലിയ ഈ അലിഫൻ, അതിന്റെ ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. രണ്ടും ഹറക്കത്തുള്ളതായിട്ട് വരികയും തൊട്ടു മുമ്പുള്ളത് ഫത്ഹാക്കപ്പെട്ടതായിട്ട് വരികയും ചെയ്താൽ ആ വാവിനെയും യാവിനെയും മറിച്ചെന്താക്കണം? അലിഫാക്കണം. അതുപോലെ റമ അല്ലെ, റമയ എന്നാണ് അസ്ല്. അപ്പൊ യാ ഹർക്കത്തുണ്ട്, അതിനു മുമ്പുള്ള മീമ് മഫ്തൂഹാണ്. അപ്പൊ നമ്മൾ യാനെ പിടിച്ചെന്താക്കി? പിന്നെ നമ്മൾ അലിഫാക്കി റമ എന്നാണ് കൊടുത്തത്. ഓക്കെ. ഇനി കൽബുൽ വാവി വൽ യാഇ താഅൻ. ഇനി വാവിനെയും യാവിനെയും താ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. വാവിനെയും യാഇനെയും താ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് നോക്കാം നമുക്ക്. ഇദാ ബഖഅത്തിൽ വാവു അവിൽ യാഉ, വാവും അല്ലെങ്കിൽ യാവും സംഭവിച്ചാൽ ഖബല താഇൽ ഇഫ്തിആലി. നമ്മൾ ഇഫ്തിആൽ വസൻ ഉണ്ടല്ലോ, ഇഫ്തഅല യഫ്തഇലു, അതിന്റെ ഇഫ്തിആൽ വസൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു താ ഇല്ലേ, അതിന്റെ താ ഏതാണ്? ഫാ കഴിഞ്ഞിട്ടുള്ള ഇഫ്തി എന്ന് പറയുമ്പോൾ ആ താ ഉണ്ടല്ലോ, ആ താഇന് മുമ്പ് എന്ത് സംഭവിച്ചു? വാവോ അല്ലെങ്കിൽ യാവോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ആ വാവിനെ മറിച്ച് നമ്മൾ താ ആക്കണം. വമാ തസറഫ് മിൻഹു തുഖ്ലബു താഅൻ. അങ്ങനെ ഇഫ്തിആൽ വസനിൽ വരുന്ന ഏതൊക്കെയോ സർഫ് ഉണ്ടോ അതിനൊക്കെ നമ്മൾ ആ പിന്നെ ഫാഫിലിനെ നമ്മൾ എന്താക്കിയിട്ട് മറിക്കണം? താ ആക്കിയിട്ട് മറിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇഫ്തിആൽ വസനില് സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ്തിആൽ വസനില് ഫാഫില് വാവോ അല്ലെങ്കിൽ യാവോ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മറിച്ച് താ ആക്കണം. ഉദാഹരണം നോക്കാം നമുക്ക്. ഏതുപോലെ? വസ്വല അല്ലെ. ഈ വസ്വല എന്നുള്ളത് നമ്മളൊരു ഇഫ്തിആൽ വസൻ എടുത്തു നോക്കി, എങ്ങനെയാണ് വരിക? ഇഫ്തഅല എന്നാക്കുമ്പോ അതിന്റെ ഫാഫിൽ വാവല്ലേ, അപ്പോ ഇവ്തസ്വല എന്നാണ് വരിക. ഇവ്തസ്വല എന്നാണ് ഇഫ്തഅല വസന് വരിക. നമ്മൾ പഠിച്ചപ്പോ എന്താ? ഇഫ്തഅല വസനില് താഇന്റെ മുമ്പുള്ളത് വാവോ യാവോ വന്നാൽ, അപ്പൊ ഇവിടെ എന്ത് വന്നു? വാവ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വാവിനെ മറിച്ചിട്ട്, അല്ലെങ്കിൽ യാ ആണെങ്കിൽ യാവിനെ മറിച്ചിട്ട് നമ്മൾ താ ആക്കണം. അങ്ങനെയാണ് ഇത്തസ്വല എന്ന് വന്നത്. അപ്പൊ നിങ്ങൾ ഇനി എവിടെയെങ്കിലും നിങ്ങൾ വല്ല പിന്നെ ഏതെങ്കിലും ഹിസ്റ്ററിയോ എന്ത് വായിക്കുന്ന സമയത്തും ഇപ്പൊ നമ്മള് ലൊമീർ തന്നെ പറയാറുണ്ട് അല്ലെ, ലൊമീർ മുത്തസിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തസ്വല എന്നൊരു വേർഡ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കായിക ഓർമ്മ വരണം. ഇത്തസ്വല എന്നുള്ളത് ഇബ്തസ്വല എന്നായിരുന്നു അസ്ല്. ആ വാവിനെ മറിച്ച് താ ആക്കിയതാണ്. എന്നിട്ട് ഇദ്ഗാം ചെയ്തിട്ടാണ് ഇത്തസ്വല എന്നായത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൊറഫ് പഠിക്കേണ്ടത്. സൊറഫ് ഒരിക്കലും ഒറ്റ ഉദാഹരണം മാത്രം വെച്ചിട്ട് നമ്മൾ പഠിക്കരുത്. പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ ഇതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ അസൽ ഇങ്ങനെ പഠിക്കണം. ഇത്തസ്വല എങ്ങനെ, ഇബ്തസ്വല എങ്ങനെ ഇത്തസ്വലായി, അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് സൊറഫ് എന്ത് ചെയ്യുക? കൂടുതൽ മനസ്സിലാവുക. ഓക്കെ. അതുപോലെ യസറ അല്ലെ, യസറ എന്ന വേർഡ് നമ്മൾ ഇഫ്താൽ വസൻ എടുത്തു നോക്കി, നമ്മൾ ഈ തസറ എന്നാണ് പറയാ അല്ലെ. ഇഫ്തഅല എന്ന് വരുമ്പോ ഈ തസറ എന്ന് പറയാം. അവിടെയും നമ്മൾ പറഞ്ഞു എന്താണ്? താഇന്റെ മുമ്പുള്ളത് യാ ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ ആ യാനെ മറിച്ചിട്ട് താ ആക്കണം. അങ്ങനെയാണ് ഇത്തസറ എന്ന് വന്നത്. അപ്പൊ ഇബ്തസ്വല ഇത്തസ്വലയായി, ഈ തസറ ഇത്തസറയുമായി. ഇതാണ് വാവും യാവും താ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം പറഞ്ഞത്. ഓക്കെ. അടുത്ത കൽബു താഇ ദാലൻ. ഇനി താഇനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദാലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതെവിടെ? നമ്മള് പിന്നെ ഇഫ്തിആൽ വസൻ ഉണ്ടല്ലോ, ഈ ഇഫ്തിആൽ വസനിലുള്ള കുറെ സംഭവങ്ങൾ കേട്ടോ, അതെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കണം. നമ്മൾ ചോദ്യങ്ങളും വരാറുണ്ട് പിന്നെ ചില സമയത്ത് ഈ ഇഫ്തിആൽ വസന്റെ അസ്ലൊക്കെ കൊടുത്തിട്ട് അതിന്റെ യഥാർത്ഥ സുലാസി എന്താണ്,
എന്ന് ചോദിക്കാറുണ്ട്. പലരും കൺഫ്യൂഷൻ ആയിട്ട് എക്സാമിൽ തെറ്റിക്കാറുന്ന ഒരു ഏരിയ കൂടിയാണ് ഇഫ്തിയാൽ വസൻ എന്നുള്ളത്. ഈ ഇഫ്തിയാൽ വസനിൽ കുറെ പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ താവിനെ പിടിച്ചിട്ട് പിന്നെ തോ ആക്കും, ചിലപ്പോൾ സ്വാദാക്കും, ചിലപ്പോൾ ലോദാക്കും. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരു നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ, ഇഫ്തിയാൽ വസനിന്റെ ഫാഫിയില് എന്തായിട്ട് വന്നു, വാവോ യാ ആയിട്ട് വന്നാൽ അതിന് നമ്മൾ എന്താക്കും, താ ആക്കിയിട്ട് മറിക്കും. ഒരു നിയമം നമ്മൾ പഠിച്ചു. ഇനി ഇഫ്തിയാലത്തെ വേറൊരു നിയമമാണ് പഠിക്കുന്നത്. ഇതാ വക്കായത്ത് താ ഉൽ ഇഫ്തിയാലി, ഇഫ്തിയാൽ വസിലെ താ, അതായത് ഫാഫിലിന് ശേഷമുള്ള താ സംഭവിച്ചാൽ, ദാലി, ദാലിന് ശേഷം സംഭവിച്ചാൽ, വസ്സായി അല്ലെങ്കിൽ സായിന് ശേഷം സംഭവിച്ചാൽ, വദ്ദാലി അല്ലെങ്കിൽ ദാലിന് ശേഷം സംഭവിച്ചാൽ, തുക്കുലബു താഉ, ആ താഇനെ മറിക്കണം, ദാലൻ എന്തായിട്ട് മറിക്കണം, ദാലായിട്ട് മറിക്കണം. എങ്ങനെ, നമുക്ക് ഉദാഹരണം വെച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പൊ ദഫ എന്ന ഒരു ഫിയല്, ദഫ എന്ന ഫിയല് അത് നമ്മൾ ഇഫ്താൽ വസനാക്കി നോക്കി, ഇത് തഫ എന്ന് വരില്ല, ഇത് തഫ എന്നാണ് വരിക. നമ്മൾ പഠിച്ച നിയമം എന്താണ്, ഇഫ്തിഅലിലെ താ സംഭവിച്ചാൽ എന്തിനു ശേഷം, അതായത് ഇതിന്റെ ഫാഫിയില് ദാലോ സായോ അല്ലെങ്കിൽ ദാലോ ആയിട്ട്, ഇവിടെ എന്ത് വന്നു, ഇവിടെ ഫാഫിയിൽ ഏതാ വന്നത്, ദാലാണ് വന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ താഇനെ പിടിച്ചിട്ട് നമ്മൾ ദാലാക്കണം. അപ്പൊ ഇത് തഫ എന്നുള്ളത് ആ തായിനെ നമ്മൾ ദാലാക്കണം. ഇത് ദഫ, ഇത് ചെയ്തിട്ട് ഇദ്ദഫ എന്നാണ് പറയാം. അപ്പൊ ഇദ്ദഫ എന്നുള്ളത് അതിന്റെ അസ്ൽ എന്താണ്, ഇത് തഫ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു, ഫാഫിയിൽ ദാലോ ദാലോ അല്ലെങ്കിൽ സായോ വന്നു കഴിഞ്ഞാൽ ആ തായിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ദാലാക്കിയിട്ട് മറിക്കും. ഏതുപോലെ സഹറ അല്ലെ, സഹറ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അതിന്റെ ഫാഫിയിൽ എങ്ങനെയാണ് വരിക, ഇസ് തഹറ എന്നാണ് വരിക, ഇസ് തഹറ എന്നാണ് വരിക. അപ്പോ അതിനെ നമ്മൾ എന്താക്കി, പിന്നെ ഇസ് തഹറ എന്ന് വരുമ്പോൾ നമ്മൾ എന്തായി, സംഭവിച്ചു അല്ലെ, ഫാഫിയിലായിട്ട് വന്നാൽ നമ്മൾ ആ തായിനെ പിടിച്ചെന്താക്കണം, നമ്മള് ദാലാക്കണം. നമ്മൾ എങ്ങനെ പറയാം, ഇസ്ദഹറ എന്നാണ് പറയാം. ഇനി അതില് വേറൊരു കൗല് കൂടി ഉണ്ട്. നമുക്ക് ഈ പിന്നെ സഹറിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അവിടെ നമ്മൾ ഇസ്ദഹറ എന്നും പറയാം, അതുപോലെ ഇസ്സഹറ എന്നും പറയാം. ഓക്കെ, ഇസ്തഹറ എന്നും പറയാം, ഇസ്സഹറ എന്നും പറയാം. നമ്മൾ ചിലപ്പോ പിന്നെ ഇതിൽ കണ്ടിട്ടുണ്ടല്ലേ, ഇപ്പോ മുവശഹാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇസ്തിഹാറിലെ ഇസ്തഹറത്തിൽ മുവശഹാത്തു, മുവശഹാത്ത് എവിടെയാണ് ഇസ്തിഹാർ സംഭവിച്ചത്, ഏത് നാട്ടിലാണ്, എവിടെയാണെന്ന് അറിയോ മുവശഹാത്ത്? നമ്മള് അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് എന്താണ്, ഇസ്ദഹറ എന്ന വേർഡ് അല്ലേ. അതൊരിക്കലും നിങ്ങൾ മനസ്സിലാക്കരുത്, അതിന്റെ അസ്ൽ എന്തല്ല, ആ പിന്നെ ദാല് എന്തായിട്ട്, ആ ദാല് താ മറിഞ്ഞിട്ട് ദാലായിട്ട് വന്നതാണ്. മനസ്സിലായോ, ഇസ്ദഹറ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് താ ദാലാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദക്കറ എന്ന ഫീല് നമുക്ക്, നമ്മൾ ഇഫ്താൽ വസൻ എടുത്ത് നോക്കി, എന്നാണ്, ഇത് തക്കറ എന്നാണ് പറയാം. അതിന് നമുക്ക് 3 രൂപത്തിൽ പറയാം. ഒന്ന്, നമുക്ക് നമ്മൾ പഠിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തായിനെ ദാലാക്കണം എന്ന് പറഞ്ഞല്ലോ, ആ രൂപത്തിൽ നമുക്ക് ഇദ്ദക്കറ എന്ന് പറയാം. അങ്ങനെയും പറയാം. അത് നമുക്ക് ഇദ്ദക്കറ എന്നും ഇദ്ദക്കറ എന്നും ഈ 3 രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ലോകത്തിൽ അങ്ങനെ 3, ഇദ്ദക്കറ എന്നുള്ളതും ഇദ്ദക്കറ എന്നുള്ളതും ഇദ്ദക്കറ എന്നുള്ളതൊക്കെ ദക്കറയുടെ എന്താണ്, അതിന്റെ ഇഫ്തഅല വസ്നായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ 3 കണ്ടാലും അതിന്റെ അസ്ൽ എന്താണ്, ഇത് ദക്കറ എന്ന് ഉള്ളതാണ് അതിന്റെ അസ്ലായിട്ട് വരും. അടുത്ത ഇഫ്തിയാൽ വസനിലുള്ള ഒരു സംഭവമാണ് ഖൽബു താഇ ത്വാഅൻ, താഇനെ മറിച്ച് എന്താകും, ത്വാ ആക്കിയിട്ട് മറിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, ഇദാ വഖഅത്ത് താഉൽ ഇഫ്തിആലി, ഇഫ്തിയാൽ വസനിലുള്ള താ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിനു ശേഷം, ബഅദ സ്വാദി വല്ലാദി വത്വാഇ വല്ലാഇലെ, സ്വാദിന് ശേഷമോ അല്ലെങ്കിൽ ലോദിന് ശേഷമോ
അല്ലെങ്കിൽ തോഇന് ശേഷമോ അല്ലെങ്കിൽ ലോഇന് ശേഷമോ എന്ത് സംഭവിച്ചു? ഇഫ്തിആലിലെ താ സംഭവിച്ചു കഴിഞ്ഞാൽ തുക്ലബു താഉ, ആ താഇനെ നമ്മൾ മറിക്കണം ത്വാ എൻ എന്താക്കിയിട്ട് ത്വാ ആക്കിയിട്ട് മറിക്കണം. ഓക്കെ. അപ്പോ ഇഫ്തിആൽ എന്ന വസനിന്റെ എന്ത് സംഭവിച്ചു? അതിന്റെ ഫാഫിയില് അല്ലെ, അതാണ് താ താ. പിന്നെ ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ താഇന്റെ മുമ്പുള്ള ഏതാണ്? ഫാഫിയിലാണല്ലോ. ഫാഫിയിൽ സോദോ ലോദോ തോ ലോ ആയിട്ട് വന്നാൽ നമ്മൾ ശേഷമുള്ള തായിനെ എന്താക്കിയിട്ട് മറിക്കണം? തോ ആക്കിയിട്ട്. ഹലോ, ഒരു വോയിസ് വരുന്നുണ്ടല്ലോ. ഓക്കെ. ഏതുപോലെ സ്വബറ അല്ലെ, സ്വബറ എന്ന ഫീൽ നമുക്ക് ഇഫ്താൽ വസൻ എടുത്തു നോക്കാം. എങ്ങനെയാണ് വരിക? സ്വബറ എന്നുള്ളത് ഇസ്തബറ അല്ലെ, ഇസ്തബറ എന്നാണ് വരിക. അപ്പൊ ഇതിന്റെ ഫാഫിൽ എന്തായി? സ്വാദായിട്ട് വന്നു അല്ലെ. അപ്പൊ ഫാഫിൽ സ്വാദോ ലോദോ തോ ലോ, ഈ നാലെണ്ണം ഏതായാലും നമ്മൾ തായിനെ മറിച്ച് എന്താക്കണം? തോ ആക്കണം. അപ്പോ ഈ സ്വബറ എന്നുള്ളത് ഇസ്തബറ എന്നായിരുന്നു. എന്നിട്ട് അതിന് നമ്മൾ എന്താക്കി? ആ തായിനെ മറിച്ച് നമ്മൾ തോ ആക്കി ഇസ്ത്വബറ എന്നാണ് പറയാ. അപ്പൊ തായിനെ മറിച്ച് ത്വ ആക്കുന്ന ഒരു സാഹചര്യമാണ് പറഞ്ഞല്ലേ. ലജ എന്ന് പറയുമ്പോൾ എന്നാണ് അതിന്റെ അസില്. അതിന് നമ്മൾ എന്താക്കണം? അതിന്റെ ഫാഫിൽ ലോദായത് കൊണ്ട് ആ തായിനെ മറിച്ച് നമ്മൾ എന്താക്കി? ത്വ ആക്കിയിട്ട് മറിച്ചു. ഇൽ ത്വജ എന്നാണ് പറയാ. മനസ്സിലായി? ലൊറബന്റെ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ലൊറബന്റെ ഇഫ്തിയാൽ വസ്ൻ നമ്മൾ ഇൽത്തിറാബ് എന്നാണ് പറയാ അല്ലെ. എങ്ങനെ? നമ്മൾ ഇഫ്തിയാല് താ ഇട്ടിട്ടല്ല പറയാ, നമ്മൾ തോ ആക്കിയിട്ടാണ് പറയാ. ഇൽത്തിറാബ് എന്ന് താ ആക്കിയിട്ടല്ല പറയാ, തോ ആക്കിയിട്ടാണ് പറയാ. അതെങ്ങനെ മറിഞ്ഞതാണ്? അതിന്റെ ഫാഫിൽ ലോദായി, അതുകൊണ്ട് താ നമ്മൾ എന്താക്കണം? തോ ആക്കിയിട്ട് മറിക്കണം. ഓക്കെ. അതുപോലെ ത്വആന അല്ലെ, ത്വആന എന്നുള്ളത് അതിന്റെ ഇഫ്താൽ വസ്ൻ എങ്ങനെ? പിന്നെ ഇതുതഅന എന്നാണ് വരിക അല്ലെ. അപ്പോ ഇതിന്റെ ഫാഫിൽ തോ ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ തായിനെ മറിച്ച് തോ ആക്കി, എന്നിട്ട് ഇദ്ഗാം ചെയ്തിട്ട് ഇത്വഅന എന്നാണ് നമ്മൾ പറയാ. ഓക്കെ. അപ്പൊ ഇതാണ് താ മറിഞ്ഞിട്ട് ത്വ ആകുന്ന ഒരു സാഹചര്യം പറയുന്നത്. അതുപോലെ വലമ, വലമ, വലമ എന്നുള്ളത് നമ്മൾ അതിന്റെ അസല് ശരിക്കും എങ്ങനെ വരേണ്ടത്? ഇൽതലമ എന്നാണ് അതിന്റെ അസല് വരേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ താവിനെ മറിച്ച് തോ ആക്കണം. ഇൽത്വലമ എന്ന് നമ്മൾക്ക് നമ്മളെ താവിനെ മറിച്ച് തോ ആക്കിയിട്ട് പറയാം അല്ലെ. ഇനി നമുക്ക് ഒന്നുകൂടെ ഈ ലോതും തോ ഒക്കെ ഒരേ അക്ഷര പിന്നെ ഗ്രേഡിങ്ങിലായതുകൊണ്ട് നമുക്ക് പ്രയാസം വരുന്നത് കൊണ്ട് തന്നെ അവിടെ 3 രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്നുകിൽ ഇൽത്വലമ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൽദ്വലമ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്തരാം? ഇത്വലമ. ഈ 3 രൂപത്തിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ. ഓക്കെ. അടുത്തത് പറയുന്നത് ഇദാ കാന ഐനു ഇഫ്തഅല. നമ്മൾ ഇഫ്തഅല വസൻ ഉണ്ടല്ലോ, ഇഫ്തഅല വസനിലെ ഐൻ ഫീൽ ആയി കഴിഞ്ഞാൽ എന്ത്? ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ താ ഓ, തോ ഓ, അല്ലെങ്കിൽ സാ ദാല് ദാല് സാ സീന് ഷീന് സ്വാദ് ലോദ് ലോ, ഈ പറയപ്പെട്ട അക്ഷരങ്ങള് ഇഫ്തഅല വസനിന്റെ ഐൻ ഫീൽ ആയി കഴിഞ്ഞാൽ നമ്മള് അവിടെ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് ജായിസാണ്. എങ്ങനെയാണ്? ജാസ നഖ്ലു ഹറക്കത്തി താഇൽ ഇഫ്തിആലി. ഇഫ്തിആലിന്റെ ഹറക്കത്ത് ഉണ്ടല്ലോ, ഇഫ്തിആൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഹർക്കത്ത് എന്താണ്? ഇഫ്തിആലിലെ താഇന്റെ ഹർക്കത്ത് എന്താണ്? കെസ്റാണല്ലോ അല്ലെ. ആ കെസ്റിനെ നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് നീക്കാം അല്ലെ. നക്കില നീക്കുക എന്നുള്ള, അതിന് നീക്കൽ ജായിസ് ആണ്. ഏതിലേക്ക്? ഇലൽ ഫായിലേക്ക് നീക്കൽ ജായിസ് ആണ്. അപ്പൊ ഇഫ്തിആൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ പറയപ്പെട്ട ഐൻ ഫീല് ഈ പറയപ്പെട്ട അക്ഷരങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് തായിന് എന്താക്കിയിട്ട് തായിന്റെ അർക്കത്തിന് എന്താക്കാം? ഫായിലേക്ക് നീക്കാം. ഫിൽ ഐനി, എന്നിട്ട് ഇപ്പൊ ഹർക്കത്ത് നീങ്ങി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തുണ്ടാവൂല? ഹർക്കത്ത് ഉണ്ടാവില്ല, സുക്കൂനായിരിക്കും അല്ലെ. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? നമ്മൾ ആ തായിനെ നമ്മൾ ഇദ്ഗാം ചെയ്യണം. ഏതിലേക്ക്? ഐനിലേക്ക് ഇദ്ഗാം ചെയ്യണം. മനസ്സിലായോ? ബഅദ ഖൽബിഹാ മിസ്ല മാ ബഅദഹ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ശേഷമുള്ള
അക്ഷരം ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണോ അതിനെ നമ്മൾ കൽബ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഇദ്ഗാം ചെയ്യണം. നമ്മൾ ഇതിന്റെ ഉദാഹരണം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ കായികകൾ ഇങ്ങനെ പറയുമ്പോഴാണ് ഇത് വരുന്നത്. നമ്മൾ ഉദാഹരണങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ജായിസാണ്. അതുപോലെ തന്നെ വൈസ്കാത്തു ഹംസത്തിൽ വസുലി, ഇതിലുള്ള ഈ ഹംസ ഉണ്ടല്ലോ, ഇത് ഇഫ്തിയാലത്തെ ഹംസ എന്താണ്, അത് വസുലിന്റെ ഹംസയാണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഒഴിവാക്കാം, ഇസ്കാത്ത് നമ്മൾ ഒഴിവാക്കാം അല്ലെ. അതും എന്താണ്, നമുക്കൂടെ ജായിസാണ്. വക്കസ്റുൽ ഫാഇ, എന്നിട്ട് എന്ത് ചെയ്യാം, ഫാഇന് കസ്ർ കൊടുക്കുക. അത് പിന്നെ വഫത്തുഹ, അതിന് ഫത്ത് കൊടുക്കലും എന്താണ്, ജായിസാണ്. ഫായിന് കസ്റും കൊടുക്കാം, അതുപോലെ തന്നെ ഫായിന് ഫത്ത് കൊടുക്കലും ജായിസാണ്. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ പറയാൻ പറ്റും, പിന്നെ ഫഅല യഫഇലു അല്ലെങ്കിൽ ഫിഅല യഫഇലു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇതെങ്ങനെയാണ് ഫഅല എന്നായത്, നമ്മൾ ഇഫ്തഅല എന്നാണല്ലോ അസ്ൽ അല്ലേ. അപ്പൊ ഇഫ്തഅല എന്ന് പറയുമ്പോൾ നമ്മൾ അലിഫിനെ കളയാം. അലിഫിനെ കളഞ്ഞാൽ പിന്നെ ആ ഫായിന് കസ്ർ കൊടുക്കാം അല്ലെ. അല്ലെ കസ്റും ഫത്തും കൊടുക്കാന്നാ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ്, ഫത്ത് കൊടുക്കുമ്പോ എങ്ങനെയാണ്, ഫഅല യഫഇലു, അതുപോലെ ഫിഅല യഫഇലു, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാം, നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഉദാഹരണം പറഞ്ഞാൽ ഇഖ്തസമ അല്ലെ, ഇഫ്തഅല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഐൻഫീൽ, നമ്മൾ ഇവിടെ ഈ പറയുന്ന കായിക നമ്മൾ ഐൻഫീലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇഖ്തസമ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ ഐൻഫീൽ എന്തായി, നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷരങ്ങളിൽ പെട്ട സ്വാദായിട്ട് വന്നു. അപ്പൊ നമ്മള് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, നമ്മള് പിന്നെ ഹംസയെ നമുക്ക് കളയാം അല്ലെ. എന്നിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഹത് സ്വമ എന്ന് നമുക്ക് എന്താക്കിയിട്ട് പറയാം, തായിന്റെ ഹറക്കത്തിനെ മുമ്പിലേക്ക് നീക്കണം അല്ലെ. ഇഫ്തഅല എന്ന് പറയുമ്പോൾ അവിടെ തായിന്റെ ഹറക്കത്ത് എന്താണ്, പിന്നെ ആ ഫത്ത് നമുക്ക് ഖായിലേക്ക് കൊടുക്കാം. അപ്പോ നമ്മൾ ഖത് സോമ എന്ന് ആയിരിക്കും വരിക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യുമ്പോൾ ഹസ്വമ എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഹസ്വമ എന്നും പറയാം. അതുപോലെ തന്നെ ഫാഫീലിന് നമുക്ക് കെസ്റും ഫത്തും പറ്റുമല്ലോ. ഹസ്വമ എന്നും പറയാം, അതുപോലെ തന്നെ ഹിസ്വമ എന്നും പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഹസ്വമ എന്നുള്ളത് എന്തായിട്ട് വന്നിട്ടുള്ളതാണ്, ഇഖ്തസ്വമ എന്നതിൽ നിന്നും അത് പിരിഞ്ഞുണ്ടായതാണ്. അത് പിന്നെ കൽബ് ചെയ്തുണ്ടായതാണ് ഹസ്വമ അതുപോലെ ഹിസ്വമ എന്ന് പറയുന്നത്. ഇത് ഒരു പുതിയൊരു കായികയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐൻഫീലാണ് കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മൾ ഫാഫീല് സ്വാദും ലോദ ഇതൊക്കെ പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കായിക എന്ന് പറഞ്ഞാൽ ഐൻഫീൽ ഇഫ്തഅല, ആ താവിന് ശേഷമുള്ള അക്ഷരം നമ്മൾ ഈ പറയപ്പെട്ട സ്വാദോ ലോദോ തോഓ അങ്ങനെ വരുന്ന ദാലോ ദാലൊക്കെ വരുന്ന അക്ഷരങ്ങൾ വരുമ്പോഴുള്ള നിയമമാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹസ്വമ യഹസ്വിമു എന്നും പറയാം, ഹിസ്വമ യഹസ്വിമു എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് പറയുന്നത് ഇദാ കാനത്ത് ഫാഉ തഫഅല, അതുപോലെ തഫഅല, അതുപോലെ തഫഇലല. തഫഅല, തഫഅല, തഫഅലല, ഈ മൂന്ന് ഫിഅലുകൾ ഉണ്ടല്ലോ. ഇതിന്റെ ഫാഫീൽ ആയി കഴിഞ്ഞാൽ ഏതൊക്കെ, ഒന്നുകിൽ സാ, അല്ലെങ്കിൽ ദാല്, അല്ലെങ്കിൽ ദാല്, അല്ലെങ്കിൽ സായ്, അല്ലെങ്കിൽ സ്വാദ്, ലോദ്, തോ, ലോ. ഈ അക്ഷരങ്ങള് പിന്നെ നമ്മള് ഇതിന്റെ ഫാഫീൽ തഫഅലയോ തഫഅലയോ തഫഅല, ഇതിന്റെയൊക്കെ ഫാഫീലായി കഴിഞ്ഞാൽ ജാസ ഫീഹി ഇബ്ദാലു താഇ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താ ഉണ്ടല്ലോ അതിലുള്ള താഇനെ നമുക്ക് ഇബ്ദാല് ചെയ്യാൻ പറ്റും. ഹറഫം മിൻ ജിൻസി മാ ബഅദഹ, അതിന്റെ ശേഷമുള്ള ഫീലിന്റെ അതേ ജിൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇബ്ദാല് ചെയ്യാൻ പറ്റും. മഅ ഇദ്ഗാമിഹാ ഫീഹി, അതിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ആ ജിൻസിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും അല്ലെ. തഫഖല എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ നമുക്ക് എന്താക്കാം, തഫഖല എന്ന് പറയുമ്പോൾ അതിലുള്ള അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പിന്നെ
സാഇനെ അതിന്റെ അതേ അക്ഷരത്തോടെ തന്നെ നമുക്ക് ഇദ്ഗാം ചെയ്തിട്ട് ഇസ്ഫഖല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതുപോലെ ഇപ്പൊ നമ്മള് ഇതിന്റെ തസക്കല, അതുപോലെ തന്നെ തദസ്സറ അല്ലെ, തദസ്സറ എന്ന് പറയുമ്പോ അതിനെ നമുക്ക് ആ ദാല് എന്തായിട്ട് വന്നു, ഫാഫില് എന്തായിട്ട് വന്നു, ഇവിടെ ദാല് വന്നു അല്ലെ. അപ്പൊ നമ്മള് ഇദ്ദസറ എന്നാണ് പറയാ. ഓക്കെ, ഇതിന്റെ ഇഫ്താല വസൻ എടുക്കുമ്പോ ഇതിന്റെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ദാലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ഗാം ചെയ്തിട്ട് ഇദ്ദസറ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ തദക്കറ അല്ലെ, തഫഅല വസനിൽ അടുത്ത ഫാഫീല് എന്ത് വന്നു, ദാല് വന്നാൽ അതിന് നമ്മൾ എന്ത് പറയാം, ഇദ്ദക്കറ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തസയ്യന, അതിനെ നമുക്ക് ഇദ്ഗാം ചെയ്തിട്ട് ഇസ്സയ്യന എന്ന് പറയാൻ പറ്റും. ഓക്കെ, തസ്വബ്ബറ, ഇസ്വബ്ബറ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് ഫാഫിയില് നമ്മൾ ഈ പറയപ്പെട്ട ദാലോ അല്ലെങ്കിൽ സാഓ അല്ലെങ്കിൽ ദാലോ പിന്നെ സായോ സ്വാദോ ഒക്കെ വന്നാലുള്ള ഉദാഹരണങ്ങളാണ്. തദറഅ, ഇദ്ദറഅ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഖുർആനിലൊക്കെ നമുക്ക് കാണാം അല്ലേ, എന്താണ് യാ അയ്യുഹൽ മുസമ്മിൽ എന്നാണല്ലേ. ഓക്കെ, യാ അയ്യുഹൽ മുസമ്മിൽ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദസറ, അത് തദസ്സറാണ് അല്ലെ, ഇദ്ദസറ, മുദ്ദസിർ. ഓക്കെ, ഇതൊക്കെ ഖുർആനിലുള്ള ഉദാഹരണങ്ങളാണ്. അല്ലെ, എന്നുള്ളത് യദ്ദറഉ എന്നൊക്കെ ഖുർആനിൽ കാണാറുണ്ട് അല്ലെ. ഓക്കെ, ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുള്ള തന്നെ ലുഗവിയായിട്ട് ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള സർഫുകളാണ്. ഓക്കെ, ഇസ്താഖൽതും അല്ലെ, തസാഖൽതും എന്നുള്ള ഇസ്താഖൽതും ഇലൽ അർള് ഒക്കെ ഖുർആനിൽ വന്നിട്ടുള്ള പിന്നെ ഉദാഹരണങ്ങളാണ്. ഫദ്ദാറഅത്തും അല്ലെ, തദാറഅത്തും എന്നുള്ള ഫദ്ദാറഅത്തും എന്ന് ദാലിനെ ഇദ്ഗാം ചെയ്തിട്ട് അതിന്റെ അതേ സെയിം ജിൻസ് തന്നെ ഇദ്ഗാം ചെയ്തിട്ട് വന്നിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദാറക്ക, തദാറക്ക എന്നുള്ള ഇദ്ദാറക്ക ദാലിനെ ഇദ്ഗാം ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോ അടുത്തൊരു കായികയാണ് ഹദ്ഫു താഇ മിൻ തതഫഅല. നമ്മള് പിന്നെ ഖുർആനിൽ നമുക്ക് ഇന്നാൻസൽനാഹു സമയത്തുണ്ടല്ലേ, ഇന്നാൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ അല്ലെ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ അല്ലെ. അതിന്റെ അടുത്തൊരു ആയത്ത് ആരെങ്കിലും ഓതോ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഓക്കെ, അതിന്റെ അടുത്ത ആയത്ത് ശ്രദ്ധിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയില്ല. നമ്മള് തനസ്സലുൽ മലായിക്കത്തുല്ല, എങ്ങനെയാണ് ഇപ്പൊ തനസ്സലു എന്ന് വന്നത്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ സാധാരണ ഓക്കെ, തഫഅല വസനുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എങ്ങനെ തനസ്സല അതൊന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ തനസ്സലു എന്ന് വന്നത്? നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ ലോകവിയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ചിന്തിക്കണം. ഇവിടെ എന്തുകൊണ്ട് തനസ്സലു എന്ന് വന്നു? ഓക്കെ, അപ്പോ ആ ഒരു കായികയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതൊരിക്കലും എന്തല്ല, തനസ്സല എന്ന ഫീലിന്ന് തനസ്സലു ആയതല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും വരില്ല. ഓക്കെ, കാരണം മാലി മബനിയാണല്ലോ, അപ്പോഴും തനസ്സല തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതെങ്ങനെ വന്നത് നമുക്ക് നോക്കാം. തതഫഅല, അതിലെ താഹിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കളഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടും പറയാം, നമുക്ക് തനസ്സലു എന്നും പറയാം, തനസ്സലു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ തതഅല്ലമു എന്ന് പറയണത് നമുക്ക് തതഅല്ലമു എന്നും പറയാം, അതുപോലെ തന്നെ തഅല്ലമു എന്നും പറയാം. ഓക്കെ, നമ്മൾ പരമാവധി ഷോർട്ടാക്കി പറയുന്നതാണല്ലോ, നമ്മൾ മൂജിസാക്കി പറയുന്നതാണല്ലോ ഒന്നുകൂടെ നല്ലത്. അപ്പൊ നമുക്ക് തതഫഅല എന്ന വസനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തതനസ്സല അല്ലെങ്കിൽ തതഅല്ലമ, അതിലെ താഇനെ നമുക്ക് കളയാൻ പറ്റും.
എങ്ങനെ തതഅല്ലമു എന്നുള്ളതിനെ എന്താക്കാം, തഅല്ലമു എന്ന് നമുക്ക് ഷോർട്ടാക്കിയിട്ട് പറയാൻ പറ്റും. അതുപോലെ തനസ്സലു എന്നുള്ളത് തനസ്സലു എന്ന് നമുക്ക് ഷോർട്ടാക്കിയിട്ട്. അപ്പൊ തനസ്സലു എന്നതിന്റെ അസ്ൽ എന്താണ്? തനസ്സലു എന്നാണ് അതിന്റെ അസ്ൽ വരുന്നത്. ഓക്കെ, തബയ്യനു അല്ലെ, തബയ്യനു. പക്ഷെ തബയ്യന എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, തബയ്യന എന്ന് കണ്ടാൽ ഫഅൽ വസ്നാണ് കേട്ടോ. തബയ്യനു എന്ന് നമ്മൾ ലൊമ്മാക്കിയിട്ട് കണ്ടാൽ അതെന്താണ്? അത് തബയ്യനു എന്നാണ്. അതിന്റെ താഴ് കളഞ്ഞിട്ട് എന്ത് ചെയ്താണ് നമ്മൾ തബയ്യനു എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇതാണ് തഫഅല എന്നുള്ള ഹദ്ഫു താ അല്ലെ, താഇനെ നമുക്ക് എന്ത് ചെയ്യണം, കളയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഖുർആനിലുള്ള തനസ്സലുൽ മലായികതു അല്ലെ, അതിന്റെ അസ്ൽ എന്താണ്? തനസ്സലുൽ മലായികതു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇഅലാലും ബിത്തസ്കീനി അല്ലെ, നമ്മള് സുക്കൂന് കൊണ്ട് ഇഅലാല് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ് അല്ലെ. ഇദാ കാനൽ ഹർഫുൽ മുഅത്തല്ലു, മുഅത്തല്ലായ ഹർഫ് ആയാൽ, മുഅത്തല്ലായ ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഫോ വാവോ യാ, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ? മുത്തഹരിക്കൻ, അത് ഹറക്കത്തുള്ളതാണ്. വക്കാന ഖബ്ലഹു, അതിന്റെ മുമ്പുള്ളത് ആയാൽ എന്ത്? ഹർഫിന് സ്വഹീഹൻ, അതിന്റെ മുമ്പുള്ളത് സ്വഹീഹ് ആയിട്ടുള്ള ഹർഫാണ്. അപ്പോ മുഅത്തല്ലായിട്ടുള്ള അലിഫ് ഹറക്കത്തുള്ളതായിട്ട് വന്നു. അതിന്റെ മുമ്പുള്ള ഹർഫ് സ്വഹീഹാണ്, സാക്കിനുൻ, എന്താണ്? സാക്കിനാണ് അല്ലെ. മുമ്പുള്ളത് സ്വഹീഹായ ഹർഫാണ്, സുക്കൂനുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? സുക്കിനൽ മുഅത്തല്ലു, അപ്പൊ നമ്മൾ മുഅത്തല്ലായ ഹർഫിനെ നമ്മൾ സുക്കൂൻ ചെയ്യണം. ബിനഖ്ലി ഹർക്കത്തിഹി, അതിന്റെ ഹർക്കത്തിനെ നീക്കണം. ഇലാ ഹർഫി സ്വഹീഹി, സ്വഹീഹായ ഹർഫിലേക്ക്. അതായത് ഒരു കലിമത്ത്, ഒരു ഫീലിലേക്ക് നമ്മൾ ഒരു മുഅത്തല്ലായ ഹർഫുണ്ട്, ആ മുഅത്തല്ലായ ഹർഫിന് ഹർക്കത്തുണ്ട്, അതിന് തൊട്ടു മുമ്പുള്ള സ്വഹീഹാണ്. ആ സ്വഹീഹിന് എന്തില്ല? അതിന് ഹർക്കത്തില്ല. അപ്പൊ നമ്മൾ ഈ മുഅത്തലിന്റെ ഹർക്കത്തിനെ സ്വഹീഹിലേക്ക് കൊടുക്കണം. അതാണ് ഈ പറഞ്ഞു വന്നത്. മനസ്സിലായോ? ഏതുപോലെ നോക്കാം. യഖൂമു, യഖൂമു എന്ന് പറയുമ്പോൾ അത് യഫ്ഉലു വസ്നാണല്ലേ. കാമന്റെ യഫ്ഉലു, യഖ്വുമു എന്നാണ് വരേണ്ടത്. യഖ്വുമു എന്നാണ് വരേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചത്? മുഅത്തല്ലായ വാവിന് ലമ്മു വന്നു, ഖാഫിന് സുക്കൂന് വന്നു. ഖാഫ് സ്വഹീഹാണല്ലോ. അപ്പൊ മുഅത്തല്ലായ അക്ഷരത്തിന്റെ ലമ്മിനെ ഖാഫിലേക്ക് കൊടുക്കണം. അപ്പൊ യഖൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? യഖൂമു ആയിട്ട് മാറി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള മസല, ഒരു കായികയാണ് അല്ലെ. അതുപോലെ ബ ബി എന്ന് പറയുമ്പോൾ യബ് യഉ എന്നാണ് അസ്ലി. യാ ഹറക്കത്തുണ്ട്, ബാ സുക്കൂനാണ്. അപ്പൊ യാഹിന്റെ ഹർക്കത്തിനെ ബായിലേക്ക് കൊടുത്തിട്ട് യബീഉ എന്നാണ് പറയാ. അതുപോലെ തന്നെ നമ്മൾ മക്കാമ് എന്ന് പറയില്ലേ, മക്കാമ്, അതിന്റെ അസ്ല് മക്കവമ് എന്നാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു? വാവ് മുത്തഹരിക്കാണ്, വാവിന്റെ മുമ്പുള്ള കാഫ് സുക്കൂനാണ്, വാവിന്റെ ഹർക്കത്തിന് മുമ്പുള്ളേ കൊടുത്തു. അപ്പൊ എന്തായി? മക്കാവു. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നേരത്തെ പഠിച്ചല്ലോ, വാവ് സുക്കൂനും മാക്കബില് ഫത്തുഹുമായാൽ ആ വാവിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അലിഫാക്കണം അല്ലെ. അപ്പൊ എന്തായി? പിന്നെ മക്കാമ് എന്നാണ് ഇവിടെ പറയാ. ഓക്കെ, അതുപോലെ തന്നെ സോന, മസൂന് അല്ലെ, മസ്വൂൻ. ഇവിടെയും എന്താണ് സംഭവിച്ചത്? മസ്വൂൻ എന്നാണ് അല്ലെ, മസ്വൂൻ എന്നാണ്. അപ്പോ നമ്മളെ വാവിന്റെ ഹർക്കത്തായിട്ടുള്ള ലൊമ്മിനെ നമ്മൾ സ്വാദിന് കൊടുത്തു. ഇപ്പൊ മസൂൻ എന്നായി. രണ്ട് ഇൽത്തിക്കായ് സാക്കിന് വന്നപ്പോ ഒരു വാവിനെ കളഞ്ഞു. ഇപ്പൊ മസൂൻ എന്നാണ് പറയാ. ഓക്കെ, അതുപോലെ കാലിന്റെ നമ്മൾ മക്കൂൽ, അത് ശരിക്കും അസ്ൽ എങ്ങനെയാണ്? മക്ബൂൽ എന്നല്ലേ. മഫ്ഊൽ വസ്ന മക്ബൂൽ എന്നാണല്ലോ. വാവിന്റെ ലൊമ്മിനെ നമ്മൾ എന്ത് ചെയ്യണം? കാഫിന് കൊടുത്തു. മക്കൂൽ എന്നായി. ഇൽത്തിക്കാവ് സാക്കിനെ വന്നപ്പോ ഒരു വാവിനെ കളഞ്ഞു, മക്കൂൽ എന്ന് വന്നു. അതുപോലെ മബിയൂ എന്നാണ് വരിക അല്ലെ, മബിയൂ എന്നാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ യാഇന്റെ ഹർക്കത്തായിട്ടുള്ള ലൊമ്മിന് നമ്മൾ എന്ത് ചെയ്തു? ബാഗിന് കൊടുക്കണം എന്നാണ്. അപ്പൊ മബുയു എന്നാണ് വരിക. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ യാഇന്റെ മുമ്പ് ലൊമ്മു വരാനുള്ള പ്രയാസം, അതുകൊണ്ട് യാഇന് യോജിച്ച കെസ്റാണ് എന്ത് ചെയ്യുക? ബാഗിന് കൊടുക്കുക. അങ്ങനെയാണ് മബി മബി മബിയു എന്നാണ് വരിക അല്ലെ.
അപ്പൊ ഇൽത്തിക്കാസാക്കി വന്നപ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്ഷരമുള്ള വാവ് നമ്മൾ കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? മബീ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇബ്ദാല് വല്യലാൽ എന്ന ഭാഗത്ത് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കില്ലേ. ഇപ്പൊ കവല എന്നുള്ളതിന്റെ അസിൽ എങ്ങനെ കാലയായി, അത് നമുക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഏറ്റവും തീരെ അറിയാത്ത ഏരിയ ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആവും. ഇതിന്റെ ചോദ്യങ്ങൾ വരാനുള്ളത് ഇതിന്റെ അസില്, അതുപോലെ ഇതിന്റെ വസിന് ഏതാണ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യങ്ങൾ കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. പെട്ടെന്ന് സമയം 1 മണിക്കൂറായിട്ടുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ വോയിസിൽ വരണേ. വസനു കലിമത്ത് ഇസ്തിഹാം. ഇസ്തിഹാം എന്ന കലിമത്തിന്റെ വസന് ഏതാണെന്നുള്ളതാണ്. ഇഫ്തിആലാണോ, ഇഫ്തിആലാണോ, ഇഫ്ഇലാലാണോ, ഇഫ്ഇൻ ഏതാണ്? ഓക്കെ, രണ്ടാമത്തെ സിമ്പിൾ ആണല്ലേ, ഇഫ്തിആൽ വസനാണ് അല്ലേ. അത് ഇസ്തിഹാം എന്നാണ് വരേണ്ടത്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ താവ് മറിഞ്ഞ് പിന്നെ ദാലായത്? നമ്മളെ മുമ്പുള്ളത് എന്ത് വന്നു? സ ആയിട്ട് വന്നു അല്ലെ. അപ്പൊ നമ്മള് ഇസ്തിഹാം എന്നുള്ളത് നമ്മൾ എന്താ പറയാ? ഇസ്തിഹാം എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, ഇഫ്തിആൽ വസനാണ്. ഇഫ്തിആൽ വസനാണ് നിങ്ങൾ നല്ലോണം പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ചർച്ച ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവും. ഇഫ്തിആൽ വസനിലാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ് കൂടുതൽ ഈ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോ ആക്കുന്നതും ലോ ആക്കുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, അൽ മുദ്ദസിർ. യാ അയ്യുഹൽ മുദ്ദസിർ അല്ലെ. ഈ മുദ്ദസിർ എന്നുള്ളത് ഏത് വസനിന്ന് പിരിഞ്ഞു വന്നതാണെന്ന്? ഐ മീൻ അയ്യ വസൻ തഫറ ഹാദൽ ഇസ്മ? ദത്തറ ഫഅല, ഇദ്തറ ഇഫ്അല, തദത്തറ തഫഅല, അദ്തറ അഫ്അല. ഏതാണെന്ന് അറിയോ? മുദ്ദസിർ മൂന്നാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ അല്ലേ, നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഫാഫീല് ദാലോ ഇതൊക്കെ ആയി വന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ചോദ്യാണ്. അല്ലെ, ഇത്തസഖ എന്ന വസിന് ഏത് വസിനാണെന്നാണ് ചോദ്യം. ഇഫ്അല എന്നാണോ, തഫഅല എന്നാണോ, ഇഫ്തഅലയാണോ, ഇംഫഅലയാണോ? ഏതാണ് ഇത്തസഖ? ഇഫ്തഅല. ഇഫ്തഅല വസനാണ് അല്ലേ, കാരണം സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ ഇദ്ഗാം ചെയ്താണ് അല്ലേ. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. വലഖദ് തറക്നാഹ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ. മുദ്ദക്കിർ എന്ന കലിമത്തിന്റെ അസ്ല് എന്താണ്? മുതദക്കിർ എന്നാണോ, മുതദക്കിർ എന്നാണോ, മുദ്ദക്കിർ എന്നാണോ, മുദ്ദക്കിർ എന്നാണോ? നാലാമത്തത് മുസ്തഖിർ. ഉറപ്പാ? രണ്ടാമത്തല്ലേ? നാലാമത്തെ ആണ്. കാരണം നമ്മള് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, മുഫ്തഇൽ എന്ന് പറയുമ്പോ നമ്മൾ ഫാഫീലാണ് അവിടെ പഠിച്ചത് അല്ലെ. ഫാഫീല് നമ്മൾ പഠിച്ചല്ലോ, എന്തായിട്ട് വന്നാല് പിന്നെ ദാലോ ഇതൊക്കെ വന്നാല് നമ്മൾ ദാലായിട്ട് മറിയുന്നല്ല പറഞ്ഞേ, മനസ്സിലായോ? ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇന്നല്ലാഹ ഇസ്തഫ ആദമ വനൂഹൻ. കലിമത്ത് ഇസ്തഫ. ഇസ്തഫ എന്നുള്ള കലിമത്ത് എന്താണെന്ന് ചോദ്യം. അത് സ്വഫ എന്ന ഫീ എന്നുള്ള ഇഫ്താലയാണോ, അതോ ത്വഫ എന്ന ഫീ എന്നുള്ള ഇഫ്താലയാണോ, അതോ സ്വഫ എന്ന ഫീ എന്നുള്ള ഇഫ്അലയാണോ, അതോ സ്വഫ എന്ന ഫീ എന്നുള്ള ഇഫ്താലയാണോ? ഏതായിരിക്കും? ഒന്നാമത്തതല്ലേ വരിക? ഇഫ്തഅല മിൻ സഫ. ഇഫ്താലയാണല്ലേ ഇസ്തഫ. ഓക്കെ, ഏതാണ് അത്? സ്വഫ എന്ന ഫീൽ എന്നുള്ള ഇഫ്താലയാണ് ഇസ്തഫ. അത് അങ്ങനല്ല വരാണ് ശരിക്കും. ഇസ്തഫ എന്ന അർത്ഥത്തിൽ വരേണ്ടത്. അത് പിന്നെ എന്തായിട്ട് ആ താഴെ എന്തായിട്ട് മറിഞ്ഞതാണ്? തോ ആയിട്ട് മറിഞ്ഞതാണ് അല്ലെ. അതിന്റെ ഫാഫീല് വന്നുകൊണ്ട് വന്നതുകൊണ്ട്
നമ്മൾ അതിനെന്ത് മറിച്ചാണ്? തായിനെ തോ ആക്കിയിട്ട് മറിച്ചതാണ് അല്ലെ? അങ്ങനെയാണ് ഇസ്തഫ എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ധന എന്ന കലിമത്തിന്റെ അസ്ലി എന്താണ്? ധനവ എന്നാണോ, ധനയ എന്നാണോ, ധനൗ എന്നാണോ, ധനു എന്നാണോ? അറിയോ? ധനവ. ധന എന്നതിന്റെ അസ്ലി ധനവ എന്നാണ്. വാവ് മുത്തഹരിക്കും മാക്കബല് മഫ്തുവുമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വാവനെ മറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് പിന്നെ അലിഫാക്കണം അല്ലെ? ധന, കവല, കാലേക്കായ പോലെ. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. അസ്ലു കലിമത്ത് ഖായിമൻ, ഒരായത്തിൽ പറഞ്ഞു അല്ലെ? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഖായിമൻ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞതിൽ ഖായിം ഉണ്ടല്ലോ, അതിന്റെ അസ്ൽ എന്താണെന്ന് ചോദ്യം. ഖായിം എന്നാണോ, കാമീം എന്നാണോ, കൈവിം എന്നാണോ, കാവ്യം എന്നാണ്? നാലാമത്തെ ഓപ്ഷൻ കാവ്യം എന്നാണ് കേട്ടോ. ഏതായിരിക്കും? കാവ്യം അല്ലെ? സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ കാവമ, കൗമ് എന്നൊക്കെ പറയാം അല്ലെ? കവമ എന്നാണ് അസ്ല് വരിക, കാവ്യമ് എന്നാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ വാവിനെ മറിച്ച് നമ്മൾ എന്ത് ചെയ്താണ്? ഹംസയാക്കിയതാണ് അല്ലെ? ഖായിം, അജ്വഫായ ഫീലിന്റെ ഇസ്മു ഫായിലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ഭാഗത്താണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഖായിമിന്റെ അസ്ല് എന്താണ്? കാവ്യമ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഹും മാ ലം യഅതി അല്ലെ? ഈ ഒരു ഫീലിലെ യദ്ദബ്ബറു എന്നതിന്റെ അസ്ല് എന്താണെന്ന് ചോദ്യം. യദദബ്ബറു എന്നാണോ, യതദബ്ബറു എന്നാണോ, യദതബ്ബറു എന്നാണോ, അതോ യത്തബ്ബറു എന്നാണോ? രണ്ടാമത്തതല്ലേ? തദബ്ബറു. സിമ്പിളാണ്. നമ്മള് ഈ ദാല് ഫാഫില് വരുന്ന നോക്കിയാൽ മതി അല്ലെ? യതേത് വരുന്നത്? യതഫഅലു അല്ലെ? യതഫഅലു. അപ്പൊ ഏതാണ്? യതദബ്ബറു എന്നാണ് ഫാഫിൽ ദാലായിട്ട് വന്നിട്ടുള്ളത്. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. ലഹും ഫിഹ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ. യദ്ദഊൻ എന്ന വസ്ന് ഏതാണെന്ന ചോദ്യം. യഫ്തഇലു എന്നാണോ, തഫഅലു എന്നാണോ, യതഫഅലൂന എന്നാണോ, യഫഇലു എന്നാണോ? ഏതായിരിക്കും? മൂന്നാണോ? യതഫഅലൂൻ. യഫ്തഇലൂൻ എന്നാണ്. മനസ്സിലായോ? യഫ്തഇലൂൻ എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഫാഫീല് ആയിട്ട് വന്നിട്ടുള്ളതാണ്. മനസ്സിലായോ? യഫ്തഇലൂൻ ദാല് ഫാഫീലായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. ഇത്തഖ. ഇത്തഖ എന്ന കലിമത്ത് അത് ഏത് വസ്നാണെന്നല്ല? ഇത്തഖ ഇഫ്താലയാണോ, ഇഫ് അല്ലയാണോ, ഇഫ് അലയാണോ, ഇഫ് അലയാണോ? ഇഫ്തഅല ഒന്നാമത്തത്. ഇഫ്താല വസ്നാണ് അല്ലെ? സിമ്പിൾ ചോദ്യമാണ് അല്ലെ? ഇത്തഖ ഇഫ്താല വസ്നാണ്. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീ മുസ്ദജറുൻ. വസ്നു കലിമത്ത് മുസ്ദജിർ. മുസ്ദജിർ എന്ന കലിമത്തിന്റെ വസ്ന എന്താണെന്നാ? മുഫഅലാണോ, മുഫ്തഅലാണോ, മുഫ്അലാണോ, അതോ മുഫ്അല്ലലാണോ? മുസ്ദജിർ. മുഫ്തഅലുൻ. യെസ്, മുഫ്തഅലാണ് അല്ലെ? ഇഫ്തിയാൽ വസ്നാണ് അല്ലെ? യെസ്, ആ താവിനെ മറിച്ച് എന്ത് ചെയ്താണ്? നമ്മള് ദാലാക്കിയിട്ട് മറിച്ചതാണ് അല്ലെ? ശരിക്കും പിന്നെ എങ്ങനെ വരുന്നത്? മുസ്തജിറുൻ എന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ മുമ്പ് എന്ത് വന്നു? സാ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ആ തായനെ മറിച്ച് നമ്മൾ എന്താക്കി? ദാലാക്കിയിട്ട് മറിച്ചു അല്ലെ? നമ്മള് പിന്നെ ഇസ്തിഹാം എന്നൊക്കെ പറയുന്ന അങ്ങനെയാണല്ലോ. ഓക്കെ, അതിന് വേറൊരു ഉദാഹരണം പറയാൻ പറ്റുമോ അങ്ങനെ ദാലാക്കിയിട്ട് മറിച്ചത്? ഇന്ന് നമ്മൾ പഠിച്ച ഏതെങ്കിലും? എനിവൺ? ഞാൻ ഉന്ദുലുസിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? നമ്മള് മുവശഹാത്തിന്റെ അല്ലെ? നമ്മള് ഇസ്തിഹാറൊക്കെ അങ്ങനെ വന്നാണ്. അതിന്റെ അസല് ശരിക്കും ദാലല്ല, ഇസ്തിഹാർ താ ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ താ അവിടെ എന്തോ സംഭവിച്ചു? ഫാഫില് ദാലായിട്ട് പിന്നെ സാ ആയിട്ട് വന്നപ്പോ
ആ താവിനെ മറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ദാലാക്കില്ലേ. അങ്ങനെയാണ് ഇസ്തിഹാർ എന്ന് വന്നത്. അതുപോലെ സംബോധനയാണ് ഇത്. ഇസ്തിജാർ മുസ്തജർ എന്നുള്ളത് മുഫ്താലാണ്. ഓക്കെ, സമയം ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യമാണ് യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി. അല്ലേ, അന്ന് പിന്നെ അള്ളാഹുവിന്റെ സമ്മതമല്ലാതെ ഒരു നഫ്സ് എന്ത് ചെയ്യില്ല, സംസാരിക്കൂല. അല്ലെ, അപ്പോ ഇവിടെ തകല്ലമു എന്നതിന്റെ വസ്ന ഏതാണ്? തഫഅല എന്നാണോ, ഫഅല എന്നാണോ, തതഫഅലു എന്നാണോ, തഫഅല്ലു എന്നാണോ? ഇതിന്റെ വസ്ന ഏതാണ്? മൂന്നാമത്തെ ആ, തതഫഅലു. അല്ലേ, നമ്മള് തനസ്സലു എന്നുള്ളത് നമ്മൾ തനസ്സലു. അതേപോലെ തന്നെ പിന്നെ തതകല്ലമു, തതഫഅലു അതെന്തായിട്ട് മാറും? നമ്മൾ തകല്ലമു എന്നാക്കിയിട്ട് തഫഅലു എന്നാക്കിയിട്ട് പറയാൻ പറ്റൂലേ. നമ്മൾ അതിന്റെ താവിനെ കളയുന്ന ഒരു സാഹചര്യം പറഞ്ഞല്ലോ. തതഫഅലയിലെ താവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ ഇബ്ദാലും ഇഅലാലും അതിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ ചെയ്തു കഴിഞ്ഞു. ഇത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഒരു സജഷൻ പറയാൻ കേട്ടോ. ഇത് നമ്മൾ ഒറ്റ ക്ലാസ്സിൽ ഇരുന്നിട്ട് നിങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യരുത്, പിന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുമെന്ന് കരുതരുത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ചിലതൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് സമയം എടുത്തിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. പരമാവധി നിങ്ങൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം എടുത്തിട്ട് ഇത് കുറച്ച് കായികകൾ പഠിക്കുക. ഇത് ഇഫ്തിയാല് ആ അക്ഷരം വന്നാൽ ഇങ്ങനെ ആക്കും, ഈ അക്ഷരം വന്നാൽ ഇങ്ങനെ ആക്കും, അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒറ്റ ഇരിപ്പിൽ തന്നെ ഇതെല്ലാം കൂടി പഠിച്ചാൽ ചിലപ്പോൾ ആകിഷ്കാലം വരാൻ സാധ്യതയുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിയാത്തത് നമ്മൾ സമയം എടുത്തിട്ട് പഠിക്കുക. അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട്, സർഫ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മളെ സമയം ഓവറായിട്ടുണ്ട്. അഡീഷണൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിന് എന്ത് ചെയ്യാം, നിങ്ങൾ അജു സാറിന് പിന്നെ വോയിസ് അയച്ചാൽ മതി. ഞാൻ എൻ്റെ ഫ്രീ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യാം, എനിക്ക് സംശയങ്ങൾ ഓക്കെ ആക്കി തരണ്ടേ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇനി ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ സാറിനോട് ചോദിച്ചാൽ മതിയാവും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.